ഗുഡ് മോർണിംഗ്. ഓപ്പണിംഗ് ആർട്സ് വിത്ത് മൈഫിന്റെ ഒരു പുതിയ സെഷനിലേക്ക് എല്ലാ പ്രേക്ഷകരെയും സ്വാഗതം ചെയ്യുകയാണ്. സർ ഗുഡ് മോർണിംഗ്. ഹാപ്പി മോർണിംഗ് ജാസ്മിൻ. സർ, ഏതായാലും നമുക്ക് ഇന്ന് മാർക്കറ്റിന്റെ ആദ്യത്തെ മിനിറ്റിലെ ഒരു പെർഫോമൻസ് നോക്കാം. ഒരു ഫ്ലാറ്റ് പോസിറ്റീവ് നോട്ടിലാണ് ട്രേഡ് ചെയ്യുന്നത്. 25,100 എന്നുള്ള ഒരു ലെവൽ മെയിൻറ്റെയിൻ ചെയ്യുന്നു നിഫ്റ്റി 50. ഇൻഡെക്സുകളിലേക്ക് വരുന്ന സമയത്ത് ഒരു മിക്സഡ് ആയിട്ടുള്ള വ്യൂ കാണുന്നു. IT ഇന്ന് 1% കൂടുതൽ, കൃത്യം 1.5% ഒരു നേട്ടം ഫസ്റ്റ് മിനിറ്റിൽ തന്നെ രേഖപ്പെടുത്തുകയാണ്. മറ്റ് പ്രധാനപ്പെട്ട ഇൻഡെക്സുകളിൽ റിയൽറ്റി ഒരല്പം പ്രോഫിറ്റ് ടേക്കിംഗിലേക്ക് നീങ്ങിയിരിക്കുന്നു. ഇന്നിപ്പോൾ ടൈറ്റന്റെ സ്റ്റോക്കാണ് 4% കൂടുതൽ ഒരു ഔട്ട് പെർഫോമൻസ് നടത്തുന്നത് എന്നാണ് കാണാൻ സാധിക്കുന്നത്. ഇനി പ്രധാനപ്പെട്ട മറ്റ് അപ്ഡേറ്റിലേക്ക് വരികയാണെന്നുണ്ടെങ്കിൽ വളരെയധികം പ്രതീക്ഷ നൽകുന്ന റിപ്പോർട്ടുകൾ വേൾഡ് ബാങ്കിന്റെ ഉൾപ്പെടെ ഭാഗത്തു നിന്ന് വരുന്നുണ്ട്. US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ ഭാഗത്തു നിന്നുണ്ടായ താരിഫ് ആഘാതങ്ങൾ ഇന്ത്യയെ ബാധിക്കില്ല എന്നുള്ള തലത്തിലേക്കാണ് റിപ്പോർട്ടുകൾ എത്തിയിരിക്കുന്നത്. അതോടൊപ്പം തന്നെ ഈ ഒരു നടപ്പ് സാമ്പത്തിക വർഷത്തെ ഗ്രോത്ത് ഫോർകാസ്റ്റ് 6.3-ൽ നിന്ന് 6.5% ആയിട്ട് ഉയർത്തുകയും ചെയ്തിരിക്കുകയാണ്. ഇനി അതിനപ്പുറത്തേക്ക് മറ്റ് പ്രധാനപ്പെട്ട വാർത്തകളിലേക്ക് വരികയാണെന്നുണ്ടെങ്കിൽ ഇന്ത്യയിലെ ഏറ്റവും വലിയ ബിസിനസ് ഗ്രൂപ്പായ ടാറ്റ സൺസിനെ നിയന്ത്രിക്കുന്ന ടാറ്റ ട്രസ്റ്റിൽ ഉടലെടുത്ത ഒരു ഭിന്നതകളിലേക്ക് കൂടുതലായിട്ടും നമ്മൾ ഈ ഒരു ഓപ്പണിംഗ് അവറിൻ്റെ ഒരു സെഷൻ കൂടുതൽ അതിലേക്ക് കോൺസെൻട്രേറ്റ് ചെയ്യും. മറ്റ് പ്രധാനപ്പെട്ട അപ്ഡേറ്റുകളൊക്കെ തന്നെ തീർച്ചയായിട്ടും സ്റ്റോക്കുകളെ എങ്ങനെ ബാധിക്കും എന്നതുൾപ്പെടെ പ്രേക്ഷകർക്ക് അറിയേണ്ടിയിരിക്കും. എന്തായാലും അതുമായി ബന്ധപ്പെട്ടിട്ടുള്ള കാര്യങ്ങളിലേക്ക് കിടക്കാം. സുരേഷ് സാർ, ഓവർ ടു യു. ജാസ്മിൻ പറഞ്ഞെടുത്ത് തന്നെ ഞാനും സ്റ്റാർട്ട് ചെയ്യാം. അതായത് ഇപ്പോൾ വേൾഡ് ബാങ്കിൻ്റെ റിപ്പോർട്ട് അനുസരിച്ച് ഇന്ത്യക്ക് ട്രംപിൻ്റെ ടാരിഫ് അല്ലെങ്കിൽ അമേരിക്കയുടെ ടാരിഫ് വലിയ രീതിയിൽ ബാധിക്കില്ല എന്ന് പറഞ്ഞല്ലോ. എന്നാൽ ഇതിനൊരു മറ്റൊരു വശമായിട്ട് നമ്മൾ നോക്കുകയാണെങ്കിൽ ഷ്രിംപ്, അതായത് സീ ഫുഡിൻ്റെ ഷ്രിംപ് എക്സ്പോർട്സ്, ഇതിപ്പോൾ കിട്ടുന്ന റിപ്പോർട്ട് അനുസരിച്ച് അമേരിക്കയിൽ ശരിക്കും പറഞ്ഞാൽ നമ്മൾ ഏതാണ്ട് $6 ബില്യൺ ഷ്രിംപ് നമ്മളിവിടെ കൊല്ലം തോറും നമ്മൾ അമേരിക്കയിലേക്ക് എക്സ്പോർട്ട് ചെയ്യുന്നു. ഏതാണ്ട് 45% അവർ റിക്വയർമെൻറ്റ് നമ്മുടെ ഇന്ത്യയാണെന്നുള്ള കാര്യം എന്ന് വെച്ചാൽ ഇന്ത്യൻ ഷ്രിംപിൻ്റെ ക്വാളിറ്റി എന്ന് പറഞ്ഞാൽ വളരെ നല്ലതാണ് എന്നുള്ളതാണ്. അപ്പോൾ നമ്മളന്ന് ഇക്വഡോർ ആയിട്ടുള്ള ഒരു കഥയൊക്കെ നമ്മളൊന്ന് പറഞ്ഞു വെച്ചു. ഇക്വഡോർ നല്ലൊരു സ്ഥലമാണ്, അവിടെ നിന്ന് അമേരിക്കയ്ക്ക് ഇമ്പോർട്ട് ചെയ്യാൻ പറ്റുമെങ്കിലും അവിടെയുള്ള ഷ്രിംപിൻ്റെ പ്രോബ്ലം, അതായത് അതിനകത്ത് കുറച്ച് ടോക്സിക് കെമിക്കൽ കണ്ടന്റ് ഉണ്ടായിരുന്നു. അതിനെയൊക്കെ അവിടുത്തെ വാൾമാർട്ട് പോലെയുള്ള സൂപ്പർ മാർക്കറ്റിൽ നിന്നും ഹൈപ്പർ മാർക്കറ്റിൽ നിന്നൊക്കെ പിൻവലിക്കേണ്ടി വന്നു എന്നൊക്കെ പറഞ്ഞ്, അതായത് ഇന്ത്യൻ ഷ്രിംപിൻ്റെ ക്വാളിറ്റിയാണ് ഞാൻ ഈ പറഞ്ഞു വെക്കുന്നത്. അപ്പോൾ അവിടെ ഇപ്പോൾ വരുന്ന റിപ്പോർട്ട്, അതായത് ഇപ്പോൾ അടുത്ത കുറച്ച് 2-3 മാസമായിട്ട് പ്രത്യേകിച്ച് ഈ ലാസ്റ്റ് മിനിറ്റ് ഒരു ജമ്പ് അല്ലാതെ ഇപ്പോൾ അടുത്ത കാലത്തേക്ക് വന്നപ്പോൾ നമ്മൾ ഷ്രിംപ് എക്സ്പോർട്ട് ഏതാണ്ട് നല്ല രീതിയിൽ നിലച്ചിരിക്കുകയാണ് അങ്ങോട്ടേക്ക് പോയെന്നുള്ള. ഇപ്പം അത് കാരണം കൊണ്ട് തന്നെ അമേരിക്കയിലെ ഷ്രിംപിൻ്റെ വില ഏതാണ്ട് 15-20% വരെ ഇൻക്രീസ് ചെയ്തിരിക്കുന്നു എന്നുള്ള. ഈ 15-20% വരെ ഷ്രിംപിൻ്റെ വില ഇൻക്രീസ് ചെയ്യുന്നു വെച്ചാൽ ഇതിൻ്റെ കാസ്കേഡിങ് എഫക്റ്റ് ഏതെല്ലാം ഇൻഡസ്ട്രിയിൽ വരുമെന്നറിയോ? അതായത് റെസ്റ്റോറൻറ്റ്സ്, ഇപ്പോൾ ഒരുപാട് റെസ്റ്റോറൻറ്റ്സിൽ സീ ഫുഡ് അല്ലെങ്കിൽ ഷ്രിംപ് സെർവ് ചെയ്യുന്നുണ്ട്, അവർക്ക് ഹിറ്റായി. പിന്നെ നമ്മൾ ഈ റോഡ് സൈഡ് ഫുഡില്ലേ, ഈ സ്ട്രീറ്റ് ഫുഡ് പ്ലെയേഴ്സിനും ഒരുപാട് ഹിറ്റായി. പിന്നെ മൂന്നാമത് റീറ്റെയിലേഴ്സ്, കാര്യം ഇത് പാക്ഡ് ആയിട്ട് നമ്മൾ റീറ്റെയിൽ കൗണ്ടേഴ്സിൽ വെക്കുന്നുണ്ടല്ലോ, അതും ഹിറ്റായി എന്നുള്ളതാണ്. അപ്പോൾ ഞാൻ വേൾഡ് ബാങ്കിൻ്റെ ഇതനുസരിച്ച് ഇന്ത്യക്ക് ട്രേഡ് വലിയ രീതിയിൽ എഫക്റ്റ് ചെയ്യില്ല എന്ന് പറയുന്നതിൻ്റെ കൂടെ അപ്പുറത്തെ വശത്തെ ഒരു സ്റ്റോറിയും കൂടെ ഞാനൊന്ന് പറഞ്ഞു വെച്ചു എന്നുള്ളത് മാത്രം. പിന്നെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ന്യൂസ് ജാസ്മിൻ പറഞ്ഞതുപോലെ തന്നെ ഇതിനകത്ത് ബോർഡ് റൂം ബാറ്റിൽ അല്ലേ, ടാറ്റ സൺസിൻ്റെ ബോർഡ് റൂം ബാറ്റിൽ. പക്ഷേ അതിനു മുമ്പ് എനിക്ക് ഇമ്പോർട്ടൻ്റ് ആയിട്ട് പറയേണ്ട കാര്യം എന്നറിയോ, അതായത് നോബൽ പ്രൈസ് ഫോർ ഫിസിക്സ്, അത് ശരിക്കും പറഞ്ഞാൽ ജോൺ ക്ലാർക്ക്, മൈക്കിൾ ഡിവോററ്റ്, ജോൺ മാർട്ടിനസ്, ഇവർക്ക് 3 പേർക്കുമാണ് കിട്ടിയത്. ആർക്ക് കിട്ടി എന്നുള്ളതിനെക്കാട്ടിലും ഞാൻ അതിനകത്തൊരു വ്യക്തിപരമായിട്ട് ഞാൻ അതിലൊന്ന് ഇൻട്രസ്റ്റ് പറയുന്നതെന്ന് വെച്ചാൽ ക്വാണ്ടം ഫിസിക്സിനാണ് അത് കിട്ടിയത്. അതായത് ക്വാണ്ടം ഫിസിക്സ് പറഞ്ഞാൽ നമ്മൾ ഇനി ഇപ്പോൾ ഉള്ള ന്യൂ ഏജ് ടെക്നോളജിയിൽ ഈ ക്വാണ്ടം കമ്പ്യൂട്ടിങ്ങിനെ കുറിച്ചൊക്കെ നമ്മൾ ഒരുപാട് വായിക്കുകയും കേൾക്കുകയൊക്കെ ചെയ്തിരുന്നു. അതായത് ഞാൻ ഇതിൻ്റെ കൂടെ ചേർത്ത് വായിക്കുന്നൊരു കാര്യം വെച്ചാൽ ഇത് ഞാൻ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നത് സ്റ്റുഡൻസിനോടാണ്, എസ്പെഷ്യലി 12th പഠിക്കുന്നത് അല്ലെങ്കിൽ 10th തൊട്ട് 12th പഠിക്കുന്നവരോ അല്ലെങ്കിൽ ഇനി ഗ്രാജുവേഷൻ പഠിക്കുന്നവർക്കോ. അതായത് ഞാൻ അടുത്ത കാലത്ത് വായിച്ച പല ആർട്ടിക്കിൾസിലും എല്ലാവരും പറയുന്നത്, നിങ്ങൾ കമ്പ്യൂട്ടർ സയൻസ് എന്നൊക്കെ പറയുന്നത് വളരെ നല്ലൊരു കാര്യമാണ്, കമ്പ്യൂട്ടർ സയൻസ് ഒരിക്കലും മോശമാണെന്നല്ല. എങ്കിലും ഈ കമ്പ്യൂട്ടർ സയൻസ് എന്ന് പറയുന്ന സബ്ജക്റ്റിൻ്റെ സിലബസ് അപ്പോൾ വരുന്ന ട്രെൻഡ്സിനെ അനുസരിച്ചാണ് ഫേവർ ചെയ്യുന്നത്. ഇപ്പം ഞങ്ങളൊക്കെ പഠിക്കുന്ന സമയത്ത് കമ്പ്യൂട്ടർ സയൻസ് അല്ലെങ്കിൽ ഞങ്ങളൊക്കെ IT വർക്ക് ചെയ്യാൻ നേരത്ത് അന്ന് വിഷ്വൽ ബേസിക്, ജാവ, C++, പിന്നെ Y2K ഇഷ്യൂസ് വന്നപ്പോൾ കോബോൾ, DB2 ഒക്കെ പഠിക്കണമെന്നാണ്. എന്നാൽ ഇപ്പോൾ വരുമ്പോഴത്തേക്കും പൈത്തൺ, അങ്ങനെ പല രീതിയിലായി. അതായത് ഈ കോഡിംഗ് പോലത്തെ കാര്യങ്ങൾ എന്ന് വെച്ചാൽ കാലത്തിനനുസരിച്ച് ടെക്നോളജി മാറുന്നതിനനുസരിച്ച് നിങ്ങൾ അപ്ഗ്രേഡ് ചെയ്യണം, അൺലേൺ ചെയ്യണം, റീലേൺ ചെയ്യണം എന്നൊക്കെ പറഞ്ഞാണ് നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പം നമ്മളിപ്പോൾ ആരാണെങ്കിലും അവരുടെ ഫസ്റ്റ് ചോയ്സ് കമ്പ്യൂട്ടർ സയൻസിലേക്ക് പോകുക എന്നുള്ള വളരെ നല്ല കാര്യം, അതിന് ദോഷമൊന്നുമില്ല. ഞാനൊരു ഇലക്ട്രോണിക്സ് ആൻഡ് കമ്മ്യൂണിക്കേഷൻ എഞ്ചിനീയറാണ്, ബട്ട് ട്രിവാൻഡ്രം എഞ്ചിനീയറിംഗ് കോളേജിൽ നിന്ന് പഠിച്ച് പാസ് ഔട്ടായി. പക്ഷേ ഞാൻ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നത്, സ്റ്റുഡൻസിനോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്ന കാര്യം എന്ന് വെച്ചാൽ ഇനിയുള്ള കാലഘട്ടത്തിൽ
ഈ ബേസിക് എഞ്ചിനീയറിംഗ്, അതായത് ബേസിക് കോർ എഞ്ചിനീയറിംഗ് ഉണ്ടല്ലോ, അതായത് മെക്കാനിക്കൽ, ഇലക്ട്രിക്കൽ ആൻഡ് സിവിൽ, അതിൻ്റെ ഇമ്പോർട്ടൻസ് ഭയങ്കരമായിട്ട് കൂടും എന്നുള്ളതാണ് പല ആർട്ടിക്കിൾസും പല എന്താ പറയുക ഈ അക്കാഡമിഷ്യൻസിൻ്റെയും സംസാരത്തിൽ നിന്ന് നമുക്ക് മനസ്സിലാവുന്നത്. അതിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ട് അവർ പറയുന്നത് കെമിസ്ട്രി, മാത്തമാറ്റിക്സും ഓഫ് കോഴ്സ് ഫിസിക്സിന് ഭയങ്കര ഇമ്പോർട്ടൻസ് കൊടുക്കും. അതായത് ഹാർഡ് കോർ ഫിസിക്സ്, നിങ്ങൾക്ക് ഫിസിക്സിൽ നല്ല രീതിയിൽ നിങ്ങൾക്ക് എക്സൽ ചെയ്യാൻ പറ്റുമെങ്കിൽ പുതിയ വേൾഡിൽ കോഡിങ്ങിനെക്കാട്ടിലും ഓപ്പർച്യൂണിറ്റീസും അതിനകത്ത് ഉണ്ട് എന്നുള്ളതാണ് എൻ്റെ ഒരു ലിമിറ്റഡ് അറിവിൽ ഞാൻ മനസ്സിലാക്കിയ ഒരു കാര്യം. അപ്പം ക്വാണ്ടം ഫിസിക്സിന് നോബൽ പ്രൈസ് കിട്ടിയത് ഞാനിവിടെ ഒന്ന് മെൻഷൻ ചെയ്യുന്നു. ഇത് ആർക്കെങ്കിലും ഗുണകരമായിട്ട് വരികയാണെങ്കിൽ ആയിക്കോട്ടെ എന്ന് വിചാരിച്ചാണ്. പിന്നെ ഞാൻ നമ്മുടെ മെയിൻ ന്യൂസ് എന്ന് പറയുന്നത് ഈ ബോർഡ് റൂം ഫൈറ്റ് തന്നെയാണ്. അതായത് ബോർഡ് റൂം ബാറ്റിൽ, അതായത് റിഫ്റ്റ് ഇൻ ദ ഹൗസ് ഓഫ് ടാറ്റാസ്. നമ്മൾ ഏറ്റവും കൂടുതൽ ഗോൾഡ് സ്റ്റാൻഡേർഡ് ആയിട്ട് പറഞ്ഞിരിക്കുന്ന മാനേജ്മെന്റ് അല്ലെങ്കിൽ പ്രൊമോട്ടർ ഗ്രൂപ്പ് അല്ലെങ്കിൽ ഒരു ബിസിനസ് ഗ്രൂപ്പിലാണ് ഇപ്പോൾ ഒരു ക്രാക്സ് വന്നിരിക്കുന്നത് എന്നുള്ളതാണ്. അത് ശരിക്കും പറഞ്ഞാൽ അത് ഉടലെടുത്തത് സെപ്റ്റംബർ 11 അവരൊരു ബോർഡ് മീറ്റിംഗ്. ഈ ബോർഡ് മീറ്റിംഗിൽ, ആ ബോർഡ് മീറ്റിംഗ് എന്ന് പറഞ്ഞാൽ ടാറ്റ ട്രസ്റ്റിൻ്റെയാണ്. ഈ ടാറ്റ ട്രസ്റ്റിൽ ശരിക്കും പറഞ്ഞാൽ 7 ട്രസ്റ്റീസ് ഉണ്ട്. ആ 7 ട്രസ്റ്റീസിൽ 6 ട്രസ്റ്റീസാണ് സെപ്റ്റംബർ 11 നമ്മളിപ്പോൾ ട്രസ്റ്റിൻ്റെ മെമ്പേഴ്സിനെ നമ്മൾ ട്രസ്റ്റീസ് എന്നാണ് പറയുന്നത്. അങ്ങനെ 7 ട്രസ്റ്റീസ് ഉള്ള ആ ടാറ്റ ട്രസ്റ്റിൻ്റെ സെപ്റ്റംബർ 11 മീറ്റിങ്ങിൽ 6 ട്രസ്റ്റീസ് മീറ്റിംഗ് കൂടി. 6 ട്രസ്റ്റീസ് മീറ്റിംഗ് കൂടിയ എന്തിനെന്ന് വെച്ചാൽ 7ാമത്തെ ട്രസ്റ്റി മീറ്റിങ്ങിന് പങ്കെടുത്തില്ല. കാര്യം അജണ്ട എന്ന് പറയുന്നത് ഈ 7ാമത്തെ ട്രസ്റ്റിയാണ്. അതായത് ആരെയാണ് നമുക്ക് ഇനി ടാറ്റ സൺസിൽ, അതായത് ടാറ്റ ട്രസ്റ്റ് ടാറ്റ സൺസിൻ്റെ ഹോൾഡിംഗ് കമ്പനിയാണ്. അപ്പോൾ ടാറ്റ സൺസിലേക്ക് ആരെ നമുക്ക് നോമിനേറ്റ് ചെയ്യണം, ആരെ പിൻവലിക്കണം എന്നിങ്ങനെ കാര്യത്തിലാണ് ഒരു തർക്കം ഉടലെടുത്തത് സെപ്റ്റംബർ 11 എന്നുള്ളതാണ് ഇതിൻ്റെ ഒരു ബേസ് എന്ന് പറയുന്നത്. അപ്പോൾ ഇത് നമ്മൾ ടാറ്റ സൺസ് നോക്കാം. അതായത് ടാറ്റ സൺസിൻ്റെ 66% ടാറ്റ ട്രസ്റ്റ് ആണ് ഹോൾഡ് ചെയ്യുന്നത്, 66%. ബാക്കി 18.4% ഷപ്പൂർജി പല്ലുൻജി. അപ്പോൾ ഞാൻ ടാറ്റ സൺസിനെ കുറിച്ചാണ് പറയുന്നത്. ടാറ്റ സൺസിൻ്റെ 66% ടാറ്റ ട്രസ്റ്റ് ഹോൾഡ് ചെയ്യുന്നു, 18.4% ഷപ്പൂർജി പല്ലുവൻജി ഹോൾഡ് ചെയ്യുന്നു. ഷപ്പൂർജി പല്ലുവൻജി എന്ന് പറഞ്ഞാൽ നിങ്ങൾ കേട്ടാണ് എനിക്കൊന്ന് സ്റ്റെർലിംഗ് ആൻഡ് വിൽസൺ, പിന്നെ യുറേക്ക ഫോബ്സ് കമ്പനി എന്നിങ്ങനെ കമ്പനിയുടെ ഗ്രൂപ്പാണ് ഷപ്പൂർജി പല്ലുവൻജി എന്ന് പറയുന്നത്. അവരേതാണ്ട് 18.4% ടാറ്റ സൺസിൽ ഹോൾഡ് ചെയ്യുന്നു. ഇത് കൂടാതെ ബാക്കി ടാറ്റ ഫാമിലി മെമ്പേഴ്സും എംപ്ലോയി ട്രസ്റ്റും ഒക്കെ കൂടെയാണ് ബാക്കി ഹോൾഡ് ചെയ്യുന്നത്. അപ്പോൾ ടാറ്റ സൺസിൻ്റെ മേജർ ഷെയർ ഹോൾഡർ എന്ന് പറയുന്നത് ടാറ്റ ട്രസ്റ്റാണ്. ആ ടാറ്റ ട്രസ്റ്റിൻ്റെ മീറ്റിംഗ് ആണ് സെപ്റ്റംബർ 11 നടന്നത്. അവിടെയാണ് ഈ 6 ട്രസ്റ്റി മെമ്പേഴ്സും തമ്മിൽ ഒരു അഭിപ്രായ വ്യത്യാസം വന്നത് 7ാമത്തെ ട്രസ്റ്റി മെമ്പേഴ്സിനെ കുറിച്ചാണെന്നുള്ളത്. ഇപ്പോൾ ടാറ്റ സൺസിനെ കുറിച്ച് നമുക്ക് നോക്കുകയാണെങ്കിൽ 53,000 കോടി റവന്യൂ ഉള്ള ഗ്രൂപ്പാണ് ടാറ്റ സൺസ്. അതായത് ടാറ്റ സൺസ് ഈസ് സപ്പോസ് ടു ബി ദ മോസ്റ്റ് വാല്യൂബിൾ അൺലിസ്റ്റഡ് കമ്പനി ഇൻ ഇന്ത്യ. ടാറ്റ സൺസ് 53,000 കോടി റവന്യൂ, നെറ്റ് പ്രോഫിറ്റ് 26,800 കോടി, അസറ്റ്സ് ഏതാണ്ട് 2.5 ലക്ഷം കോടി മുതൽ 2.75 lakh crore, ഏതാണ്ട് അതിൻ്റെ ഇക്വിറ്റി വാല്യൂഷൻ 11 ലക്ഷം കോടി മുതൽ 13 ലക്ഷം കോടി വരും. അതായത് ടാറ്റ സൺസിൻ്റെ ബേസിക് റവന്യൂ എവിടെയെന്ന് വെച്ചാൽ ടാറ്റ ഗ്രൂപ്പ് കമ്പനീസിൽ ഹോൾഡ് ചെയ്യുന്നതാണ്. അതായത് പല ടാറ്റ ഗ്രൂപ്പ് കമ്പനീസിലെയും മേജർ ഷെയർ ഹോൾഡർ എന്ന് പറയുന്നത് ടാറ്റ സൺസ് ആണ്. ആ ടാറ്റ സൺസിൻ്റെ 66% ടാറ്റ ട്രസ്റ്റും 18.4% ഷപ്പൂർജി പല്ലുവൻജി, ബാക്കി എല്ലാവരും കൂടെ ചേർന്ന് റെസ്റ്റ് ഓഫ് ദ ഷെയർ ഹോൾഡിംഗ് ആണ്. അപ്പോൾ നമുക്ക് നോക്കാം. ഇപ്പോൾ TCS, ഈ TCSൻ്റെ 72.4% ടാറ്റ സൺസ് ആണ് ഹോൾഡ് ചെയ്യുന്നത്. അതായത് ടാറ്റ സൺസിൻ്റെ 80% റവന്യൂ കോൺട്രിബ്യൂട്ട് ചെയ്യുന്നത് TCS ആണ്. എങ്ങനെയാണ് അവർക്ക് റവന്യൂ കിട്ടുന്നത്? ഡിവിഡൻഡ്. നമ്മൾ കൊല്ലമായിട്ട് നമുക്ക് ഡിവിഡൻഡ് തരുമല്ലോ. ഈ ഡിവിഡൻഡ് തരുമ്പോൾ നമുക്കും കിട്ടും, ഇതിൻ്റെ ലാർജസ്റ്റ് ഷെയർ ഹോൾഡറും കിട്ടും. അപ്പോൾ TCSൻ്റെ ലാർജസ്റ്റ് ഷെയർ ഹോൾഡർ എന്ന് പറയുന്നത് ടാറ്റ സൺസ് ആയതുകൊണ്ട് ഇവിടുന്ന് നല്ല രീതിയിലുള്ള ഒരു എമൗണ്ടാണ് നേരെ ടാറ്റ സൺസിലേക്ക് പോകുന്നത്. അത് എത്രയെന്നറിയോ? ഏതാണ്ട് ഈ ഹോൾഡിംഗ് തന്നെ, അതായത് 72% ഹോൾഡിംഗ് ആണ് ടാറ്റ സൺസിന് TCSലുള്ളത്. ആ ഹോൾഡിങ്ങിൻ്റെ വാല്യൂഷൻ എത്രയെന്നറിയോ? 10,86,000 കോടി. അതായത് ടാറ്റ സൺസിന് TCS കൊണ്ട് മാത്രമുള്ള ഒരു വാല്യൂവേഷനാണ് പറയുന്നത്. ഇപ്പം ടാറ്റ മോട്ടോഴ്സിൽ ടാറ്റ സൺസ് ഹോൾഡ് ചെയ്യുന്നത് 46.4%. അതായത് 2.1 lakh crore ഹോൾഡിംഗ്. ടാറ്റ സ്റ്റീലിൽ ടാറ്റ സൺസിൻ്റെ ഹോൾഡിംഗ് 33.8%. അതായത് ഏതാണ്ട് 50,000 കോടിയുടെ ഹോൾഡിംഗ്. ടാറ്റ പവറിൽ 46.9% ആണ് ടാറ്റ സൺസിന് ഹോൾഡിംഗ് ഉള്ളത്, ഏതാണ്ട് 65,000 കോടി.
പിന്നെ നമ്മൾ നോക്കുകയാണെങ്കിൽ ടാറ്റ സൺസ് ടാറ്റ കെമിക്കൽസിൽ 30.8 ഹോൾഡ് ചെയ്യുന്നു, ടാറ്റ കൺസ്യൂമറിൽ 30.8% ഹോൾഡ് ചെയ്യുന്നു, ടാറ്റ കമ്മ്യൂണിക്കേഷനിൽ 34.2 ഹോൾഡ് ചെയ്യണം, ടാറ്റ എലക്സി 43.9, ഇന്ത്യൻ ഹോട്ടൽസ് അതായത് താജ് ഗ്രൂപ്പ് ഓഫ് ഹോട്ടൽസിൽ 38.2, പിന്നെ ട്രെൻഡ് വെസ്റ്റ് സൈഡും സ്റ്റുഡിയോ അതിൽ ടാറ്റ സൺസ് ഹോൾഡ് ചെയ്യുന്നത് 37%, ടാറ്റ ഇൻവെസ്റ്റ്മെൻറ്റ് കോർപ്പറേഷനിൽ 73%. അതായത് സ്ട്രക്ചർ വരുന്നത് ഇങ്ങനെയാണ്. ടാറ്റ ട്രസ്റ്റിൻ്റെ 66%, ടാറ്റ സൺസിൻ്റെ 66% ടാറ്റ ട്രസ്റ്റ് ഹോൾഡ് ചെയ്യുന്നു, കുറച്ച് ഭാഗം ഷപ്പൂർജി പല്വൻജി ഹോൾഡ് ചെയ്യുന്നു, കുറച്ച് അതേഴ്സ് ഹോൾഡ് ചെയ്യുന്നു. ഈ ടാറ്റ സൺസ് ടാറ്റ ഗ്രൂപ്പ് കമ്പനീസിൽ ഹോൾഡ് ചെയ്യുന്നു. ഇങ്ങനെയാണ് സ്ട്രക്ചർ വന്നേക്കുന്നത് എന്നുള്ള. അപ്പോൾ ഇപ്പോൾ നമുക്കറിയാലോ, ഇപ്പോൾ ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഞാൻ പറഞ്ഞു ടാറ്റ ട്രസ്റ്റ് 66% ടാറ്റ സൺസിൽ ഹോൾഡ് ചെയ്യുന്നത് അല്ലേ. ടാറ്റ സൺസ് 72% TCSൽ ഹോൾഡ് ചെയ്യുന്നത്. അപ്പം നമുക്ക് വേണമെങ്കിൽ പറയാം ടാറ്റ ട്രസ്റ്റിന് ഇൻഡയറക്ട്ലി TCSൽ ഹോൾഡ് ചെയ്യുന്നത് ഏതാണ്ട് 48% നമുക്ക് കണക്കുകളിൽ കൂടെ നമുക്ക് പറയാം എന്നുള്ളതാണ്. അപ്പോൾ ഇപ്പോൾ ടാറ്റയുടെ പ്രശ്നം എന്ന് വെച്ചാൽ ടാറ്റ ട്രസ്റ്റ് ഇപ്പോൾ വെർട്ടിക്കലി സ്പ്ലിറ്റാണ്. വെർട്ടിക്കലി സ്പ്ലിറ്റ് എന്ന് പറഞ്ഞാൽ ആ സെപ്റ്റംബർ 11 ബോർഡ് മീറ്റിങ്ങിന് ശേഷം പറ്റിയൊരു സംഭവമാണ്. അതായത് എനിക്ക് തോന്നുന്നു ഒക്ടോബർ 2024 രത്തൻ ടാറ്റ മരിക്കുന്നത്. രത്തൻ ടാറ്റയുടെ ഡിമൈസിന് ശേഷം ടാറ്റ ട്രസ്റ്റിൻ്റെ ചെയർമാനായിട്ട് വന്നത് നോയൽ ടാറ്റയാണ്. ഈ നോയൽ ടാറ്റയാണ് ശരിക്കും പറഞ്ഞാൽ ഈ ട്രെൻഡിൻ്റെ സക്സസ്, അതായത് ടാറ്റ ഗ്രൂപ്പ് കമ്പനിയായ ട്രെൻഡ് ഉണ്ടല്ലോ, ട്രെൻഡിൻ്റെ ഈ സൂഡിയോ വെസ്റ്റ് സൈഡിൻ്റെയൊക്കെ സക്സസിൻ്റെ പുറകിൽ നോയൽ ടാറ്റയാണ്. അപ്പോൾ രത്തൻ ടാറ്റയുടെ കാലശേഷം ആ സ്ഥലത്തേക്ക് വന്നത് നോയൽ ടാറ്റയാണ്. അങ്ങനെ നോയൽ ടാറ്റ ചെയർമാൻ ഓഫ് ടാറ്റ ട്രസ്റ്റ് ആയിട്ട് മാറി എന്നുള്ള. അപ്പോൾ പിന്നെ ഇത് കൂടാതെ ടാറ്റ ട്രസ്റ്റിൽ 4 ട്രസ്റ്റികളുണ്ട്. ഈ 4 ട്രസ്റ്റികളിൽ മെഹ്ലി മിസ്ത്രി എന്ന് പറയുന്ന ഒരു വ്യക്തിയുണ്ട്. അപ്പോൾ ആ മെഹ്ലി മിസ്ത്രി എന്ന് പറഞ്ഞാൽ നമ്മുടെ ഈ ഷപ്പൂർജി പല്വഞ്ചി ടാറ്റ സൺസിൻ്റെ ഏതാണ്ട് 16-18% ഹോൾഡ് ചെയ്യുന്നത് ഷപ്പൂർജി പല്വഞ്ചിയാണ്. ആ ഷപ്പൂർജി പല്വഞ്ചി ഗ്രൂപ്പായിട്ട് ബന്ധമുള്ളവരാണ് മറ്റുള്ള ഗ്രൂപ്പ്. നോയൽ ടാറ്റയ്ക്ക് എതിരെ നിൽക്കുന്ന ഒരു 4 ട്രസ്റ്റീസ്. അപ്പോൾ അവർ ഷപ്പൂർജി പല്വഞ്ചിയുടെ കൂടെയാണ് സംഭവം. അപ്പോൾ ഇതിൻ്റെ പ്രശ്നം വരുന്നത് ഈ രത്തൻ ടാറ്റ ഒക്ടോബർ 2024 മരിച്ചതിന് ശേഷം നമ്മൾ ഈ പറയുന്ന പോലെ അവരൊരു ടാറ്റ ട്രസ്റ്റ് ഒരു റൂൾ ഇറക്കി. അതായത് ഇനി നമ്മൾ ആരെയെങ്കിലും ടാറ്റ സൺസിൻ്റെ ടാറ്റ ട്രസ്റ്റിൽ നിന്നും, അതായത് ടാറ്റ സൺസിൻ്റെ ഈ ഏതാണ്ട് ഇത്രയും ശതമാനം ഹോൾഡ് ചെയ്യുന്നത് ടാറ്റ ട്രസ്റ്റ് ആണല്ലോ. അപ്പോൾ ടാറ്റ ട്രസ്റ്റിൻ്റെ ഭാഗത്തുനിന്ന് ഒരു ട്രസ്റ്റിയെ ടാറ്റ സൺസിൻ്റെ ബോർഡ് മെമ്പറായിട്ട് നമ്മൾ നോമിനേറ്റ് ചെയ്യണം. അത് നോമിനേറ്റ് ചെയ്യുന്ന ആൾക്ക് ഒരു കട്ട് ഓഫ് ആയിട്ടുള്ള, അതായത് 75 വയസ്സിന് മുകളിലുള്ളവരെ ചെയ്യാൻ പാടില്ല എന്ന് ഈ രത്തൻ ടാറ്റയുടെ മരണത്തിന് ശേഷം ഇവരെല്ലാവരും കൂടെ ഒന്ന് എഗ്രി ചെയ്തു എന്നുള്ള. ബട്ട് ഈ സെപ്റ്റംബർ 11 മീറ്റിങ്ങിൻ്റെ അജണ്ട എന്ന് പറയുന്നത് വിജയ് സിംഗ് എന്ന് പറഞ്ഞ് 77 വയസ്സായ അദ്ദേഹമാണ് 7ാമത്തെ ട്രസ്റ്റി ഈ മീറ്റിങ്ങിന് പങ്കെടുത്തത്. അദ്ദേഹത്തിൻ്റെ പേരാണ് ശരിക്കും പറഞ്ഞാൽ നോയൽ ടാറ്റ ഒന്ന് റെക്കമെൻഡ് ചെയ്തത്. അതായത് ഇദ്ദേഹം വിജയ് സിംഗ് 2012 മുതൽ ഡയറക്ടറാണ്, 2018 മുതൽ ടാറ്റ ട്രസ്റ്റിൻ്റെ ട്രസ്റ്റിയുമാണ്. സോ അദ്ദേഹത്തിനെ പ്രപ്പോസ് ചെയ്തു. ആരൊക്കെ പ്രപ്പോസ് ചെയ്തു? ഈ ടാറ്റ ട്രസ്റ്റിലുള്ള ആരൊക്കെ പ്രപ്പോസ് ചെയ്തു? ഒന്ന് നോയൽ ടാറ്റ എന്ന് പറഞ്ഞാൽ രത്തൻ ടാറ്റയ്ക്ക് വന്നതിന് ശേഷമുള്ള പകരക്കാരൻ. അതിൻ്റെ കൂടെ ഈ ടാറ്റ ട്രസ്റ്റിൽ ഈ TVS ഗ്രൂപ്പില്ലേ, ഈ TVS ഗ്രൂപ്പിൻ്റെ ചെയർമാൻ എമിരിറ്റസ് ആയിട്ടുള്ള വേണു ശ്രീനിവാസനും ഉണ്ട്. ഏതാ? ടാറ്റ ട്രസ്റ്റിൽ. വേണു ശ്രീനിവാസനും നോയൽ ടാറ്റയും കൂടെ ഈ വിജയ് സിംഗിനെ പ്രപ്പോസ് ചെയ്തു. എന്നിട്ട് അവരായിരിക്കണം ടാറ്റ ട്രസ്റ്റിൻ്റെ ഭാഗത്ത് നിന്ന് ടാറ്റ സൺസിൻ്റെ ബോർഡിൽ ഇരിക്കേണ്ടത് എന്ന രീതിയിലാണ് പറഞ്ഞത്. എന്നാൽ ഇപ്പുറത്തെ സൈഡിൽ നമ്മൾ പറഞ്ഞല്ലോ 4 പേര് ഷപ്പൂർജി പല്വഞ്ചി ഗ്രൂപ്പായിട്ട് ബന്ധമുള്ള 4 പേര്, അതായത് മെഹ്ലി മിസ്ത്രി, പ്രമീത് ജവേരി, ജഹാംഗീർ HC ജഹാംഗീർ, ഡാരിയസ് കമ്പാട്ട. ഈ പേരുകൾ എന്നൊക്കെ പറയുന്നത് ഈ പാർസി നെയിംസ് ആണ്. അതുകൊണ്ടാണ് നമുക്ക് ഇങ്ങനെ തോന്നുന്നതെന്നുള്ള. ഇവർ ഇതിനെ ഒപ്പോസ് ചെയ്തു. നോയൽ ടാറ്റയും വേണു ശ്രീനിവാസനും കൊണ്ടുവന്ന ഈ വിജയ് സിംഗിനെ അപ്പോയിന്റ് ചെയ്യുന്ന റെസല്യൂഷൻ റിജക്റ്റ് ചെയ്തു. ഈ റിജക്റ്റ് ചെയ്തത് പ്രമാണിച്ച് വിജയ് സിംഗ് റിസൈനും ചെയ്തു. അപ്പോൾ ഇതാണ് ആ ഇഷ്യൂവിൻ്റെ തുടക്കം. അതിനുശേഷം ഈ പറയുന്ന നമ്മൾ 4 ട്രസ്റ്റീസ് ഉണ്ടല്ലോ, അവരെല്ലാവരും കൂടെ ചേർന്ന് മെഹ്ലി മിസ്ത്രിയെ ടാറ്റ സൺസിലേക്ക് നോമിനേറ്റ് ചെയ്യാൻ ശ്രമിച്ചു. ഷപ്പൂർജി പല്വഞ്ചി ഗ്രൂപ്പിന്റെ ഭാഗമായ അംഗം. അത് നോയൽ ടാറ്റയും വേണു ശ്രീനിവാസനും എതിർത്തു. ഇതാണ് ഈ പ്രശ്നത്തിൻ്റെ തുടക്കം. അപ്പോൾ ഇവിടെ നിന്നാണ് ഇത് തുടങ്ങുന്നത് എന്നുള്ളതാണ്. ഇപ്പോൾ അത് വന്ന് അവരിപ്പോൾ ഫിനാൻസ് മിനിസ്റ്റർ ശ്രീമതി നിർമ്മല സീതാരാമനെ,
ഹോം മിനിസ്റ്റർ ശ്രീ അമിത് ഷായെയും വരെ ഇവർ പോയി ടാറ്റ ട്രസ്റ്റിൻ്റെ ട്രസ്റ്റീസ് പോയി മീറ്റ് ചെയ്ത് തുടങ്ങി. അതിൻ്റെ കൂടെ ടാറ്റ സൺസിൻ്റെ ചെയർമാനായിട്ടുള്ള എൻ ചന്ദ്രശേഖരൻ കൂടി ഉണ്ടായിരുന്നു എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാവുന്നത് എന്നുള്ളത്. അതിനകത്തെ നമുക്കിപ്പോൾ ഈ ഒരു ടാറ്റ ഗ്രൂപ്പിലത്തെ ഈ പ്രശ്നം കേട്ടുകൊണ്ടിരിക്കുന്ന പ്രേക്ഷകരെ സംബന്ധിച്ചിടത്തോളം ഏകദേശം 150 വർഷത്തിലധികം പഴക്കമുള്ള ഒരു കമ്പനി, സോൾട്ട് ടു സോഫ്റ്റ്വെയർ ബിസിനസ് നടത്തുന്ന, സോൾട്ട് ടു സെമി കണ്ടക്ടർ നടത്തുന്ന ഒരു കമ്പനി. അതിനപ്പുറത്തേക്ക് ഇതുവരെ ഒരു പ്രൈവറ്റ് പ്ലെയർ അല്ലെങ്കിൽ ഒരു പ്രൈവറ്റ് ഗ്രൂപ്പിന്റെ കമ്പനികളിൽ കേന്ദ്ര സർക്കാർ ഇടപെടുന്നതായിട്ട് നമ്മൾ കണ്ടിട്ടില്ല. സോ ഇത്രയും വലിയ ഒരു പാരമ്പര്യമുള്ള ഇന്ത്യൻ സമ്പദ് വ്യവസ്ഥയ്ക്ക് ധാരാളം കോൺട്രിബ്യൂട്ട് ചെയ്യുന്ന ഒരു കമ്പനി എന്ന നിലയിൽ മാത്രമായിരിക്കും ഇതിനകത്ത് കേന്ദ്ര സർക്കാരിന്റെ ഒരു ഇടപെടൽ. ഇതിനെ സാർ എങ്ങനെയാണ് നോക്കുന്നത്? ഒന്നാമത്തെ കാര്യം, ടാറ്റ ഗ്രൂപ്പിന്റെ ഇന്ത്യൻ ഇൻകോർപ്പറേറ്റ് അല്ല ഇന്ത്യ ഇൻകിൻ്റെ അല്ലെങ്കിൽ ഇന്ത്യൻ കോർപ്പറേറ്റ് വേൾഡിൽ ടാറ്റ ഗ്രൂപ്പ് എന്ന് പറയുന്നത് നമ്മൾ പറഞ്ഞില്ല, അതൊരു വലിയൊരു ഗ്രൂപ്പാണ്. അപ്പോൾ എനിക്ക് തോന്നുന്നു, എനിക്ക് ഇവരെ ഒരു ലിസ്റ്റ് എടുത്ത് നോക്കുകയാണെങ്കിൽ 400 കമ്പനീസിൽ ഹോൾഡിംഗ് ഉണ്ട്. 30 ലിസ്റ്റഡ് കമ്പനി ക്യാരിങ് അറൌണ്ട് 30 lakh crore വർത്ത്. അത്രയുമുള്ള ഒരു കോർപ്പറേറ്റ് ഗ്രൂപ്പിനെ ഇന്ത്യൻ പൊളിറ്റിക്കൽ സിസ്റ്റത്തിന് അല്ലെങ്കിൽ ഗവൺമെന്റിന് അവോയ്ഡ് ചെയ്യാൻ പറ്റില്ല എന്നുള്ളത് ഒരു കാര്യം. രണ്ടാമത്തെ കാര്യം എന്താണെന്ന് വെച്ചാൽ, ഇപ്പോൾ ഈ അടുത്ത കാലത്ത് ഈ പ്രശ്നം വരെ വെച്ചാൽ ഒക്ടോബർ 30 ഈ ടാറ്റ സൺസിന്റെ ഒരു ബോർഡ്, എനിക്ക് തോന്നുന്നു ടാറ്റ ട്രസ്റ്റിന്റെ ഒരു ബോർഡ് മീറ്റിംഗ് ആണ് വരുന്നത്. അതായത് ടാറ്റ ട്രസ്റ്റിൽ വരേണ്ട അജണ്ട എന്താണെന്നറിയോ? അതായത് RBI ഒരിടയ്ക്ക് പറഞ്ഞിരുന്നു, ഈ ടാറ്റ സൺസ് ഇപ്പൊ ഇത് പബ്ലിക് ലിമിറ്റഡ് അല്ലല്ലോ, അതായത് കുറച്ച് ഗ്രൂപ്പ് ഓഫ് ഷെയർ ഹോൾഡേഴ്സ് മാത്രമേ ഉള്ളൂ, ഇതിനെ ഒന്ന് ലിസ്റ്റ് ചെയ്യണം എന്ന് RBI ഒരു ഡയറക്റ്റീവ് ഉണ്ടായിരുന്നു. അപ്പൊ അതിനെക്കുറിച്ച് തീരുമാനിക്കാൻ, അതായത് ടാറ്റ സൺസിന്റെ ലിസ്റ്റിങ്ങിനെ കുറിച്ച് തീരുമാനിക്കാൻ ടാറ്റ സൺസിന്റെ ഷെയർ ഹോൾഡേഴ്സ് ആയുള്ള ടാറ്റ ട്രസ്റ്റിന്റെ ഒരു മീറ്റിംഗ് ഒക്ടോബർ 30 വരാനിരിക്കുകയാണ്. അപ്പൊ RBIയുടെ ഒരു ഇൻവോൾവ്മെന്റും കൂടെ ഇൻഡയറക്ട്ലി ഉള്ളതുകൊണ്ടായിരിക്കണം ഈ പറയുന്ന പോലെ ഗവൺമെന്റിന്റെ മുന്നിലേക്ക് ഈ ഇഷ്യൂ എത്തി എന്നുള്ളത്. പിന്നെ ഇതിനകത്തൊരു സബ് ടെക്സ്റ്റ് ഞാൻ ഇനി പറയാൻ വെച്ചിരുന്നൊരു കാര്യം, ഈ പറയുന്ന പോലെ ഒരു ബോർഡ് മെമ്പറിന്റെ നോമിനേഷനിൽ മാത്രമാണോ ഈ പ്രശ്നം എന്നുള്ള, ഇതിൽ കൂടുതലും വലിയ പ്രശ്നങ്ങൾ ഇതിനകത്തുണ്ടോ, വലിയ ഫാമിലി ഫ്യൂഡ്സോ എന്തെങ്കിലും സെപ്പറേഷന്റെയോ പാർട്ടീഷന്റെയോ വർത്തമാനങ്ങൾ ഉണ്ടോ എന്നുള്ള കാര്യം നമുക്കറിയില്ല എന്നുള്ളത്. അപ്പോൾ എന്ത് വന്നാലും നമുക്ക് ഇപ്പോൾ കിട്ടുന്ന ലേറ്റസ്റ്റ് ന്യൂസ് അനുസരിച്ച് ഇപ്പോൾ ഹോം മിനിസ്ട്രിയിൽ നിന്നും ഫിനാൻസ് മിനിസ്ട്രിയിൽ നിന്നും ഇവർക്ക് സ്ട്രിക്റ്റ് ഇൻസ്ട്രക്ഷൻസ് കൊടുത്തിരിക്കുകയാണ്, എങ്ങനെ വന്നാലും നിങ്ങൾ ഇത് റിസോൾവ് ചെയ്ത് മുന്നോട്ട് പോയേ പറ്റുള്ളൂ എന്നുള്ള രീതിയിലേക്കാണ്. കാര്യം അത്രമാത്രം ഇമ്പോർട്ടൻറ്റ് ടാറ്റ ഗ്രൂപ്പിന് ഉണ്ട് എന്നുള്ള. അപ്പോൾ ഈ ടാറ്റ സൺസ് ആണ് നമ്മൾ ഈ പറയുന്ന 30 ലിസ്റ്റഡ് ഗ്രൂപ്പും. ഞാൻ പറഞ്ഞല്ലോ, TCS, ടാറ്റ മോട്ടോഴ്സ്, ടാറ്റ സ്റ്റീൽ, ട്രെൻഡ്, ടാറ്റ കൺസ്യൂമർ, ടാറ്റ LXC, ഇതിലെല്ലാം ഹോൾഡ് ചെയ്യുന്ന ടാറ്റ കമ്മ്യൂണിക്കേഷൻ, ഇതിലെല്ലാം ഹോൾഡ് ചെയ്യുന്നത് ടാറ്റ സൺസ് ആണ്. ഈ ടാറ്റ സൺസിന്റെ 66% ടാറ്റ ട്രസ്റ്റ് ഹോൾഡ് ചെയ്യണം. ബാക്കി 16 തൊട്ട് 18% ഷപ്പൂർജി പല്ലോൻജി ഗ്രൂപ്പ്, ബാക്കി കുറച്ച് എംപ്ലോയി ട്രസ്റ്റും മറ്റുള്ള ടാറ്റ ഫാമിലി മെമ്പേഴ്സും കൂടെ ചേർന്നാണ് ഹോൾഡ് ചെയ്യുന്നത്. അപ്പോൾ ഈ ടാറ്റ സൺസ് ആണ് ശരിക്കും പറഞ്ഞാൽ ഇതിനകത്ത് ഇൻ്റഗ്രൽ. പക്ഷേ ആ ടാറ്റ സൺസിനെ കൺട്രോൾ ചെയ്യുന്ന ആരാ? ലാർജസ്റ്റ് ഷെയർ ഹോൾഡർ, അതായത് 66% ഷെയർ ഹോൾഡിംഗ് ഉള്ള ടാറ്റ ട്രസ്റ്റ് ആണെന്നുള്ളത്. അപ്പൊ ആ ട്രസ്റ്റിലെ പ്രശ്നം ടാറ്റ സൺസിലേക്ക് ഇതുവരെ വന്നിട്ടില്ല. ടാറ്റ സൺസിലേക്കുള്ള നോമിനേഷനെ മാത്രമേ അഫക്ട് ചെയ്തിട്ടുള്ളൂ. ഈ ടാറ്റ സൺസിന്റെ കീഴിലുള്ള കമ്പനികൾക്കൊന്നും യാതൊരു പ്രശ്നമില്ല, കാര്യം അതിന് സെപ്പറേറ്റ് മാനേജ്മെന്റുകളാണ്. അതിനെ സംബന്ധിച്ച് യാതൊരു പ്രശ്നമില്ല. ടാറ്റ സൺസിലേക്ക് ടാറ്റ ട്രസ്റ്റിനെ റെപ്രസെന്റ് ചെയ്ത് പ്രതിനിധീകരിച്ച് വരുന്ന ഒരു ബോർഡ് മെമ്പറുടെ കാര്യത്തിലേ ഇപ്പോൾ ഫൈറ്റ് ഉള്ളൂ എന്നുള്ളതാണ് നമുക്ക് പുറത്തു കിട്ടുന്ന കാര്യം. അതനുസരിച്ച് ശരിക്കും പറഞ്ഞാൽ ടാറ്റ ഗ്രൂപ്പ് കമ്പനീസിന്റെ സ്റ്റോക്ക് പ്രൈസിൽ ഇന്ന് വലിയ പ്രശ്നം വരാനുള്ള ചാൻസ് ഇല്ല. ഇനി അഥവാ എന്തെങ്കിലും വരികയാണ് എന്നുണ്ടെങ്കിൽ അതൊരു ടെമ്പററി ആയിരിക്കും എന്നാണ് എനിക്ക് മനസ്സിലാവുന്നത്. പക്ഷേ ഇതിനകത്ത് ഞാൻ ഉറ്റുനോക്കുന്നത് ടാറ്റ മോട്ടോഴ്സ് ആണ്. ഇപ്പോൾ ടാറ്റ മോട്ടോഴ്സിനെ സംബന്ധിച്ച് ഇന്ന് ടാറ്റ ഗ്രൂപ്പിൽ എന്തെങ്കിലും വീക്ക്നെസ് ഉണ്ടോ എന്നുള്ളത് ഞാൻ നോക്കിയിട്ടില്ല എന്നുള്ള. ഈ ടാറ്റ മോട്ടോഴ്സിനെ സംബന്ധിച്ച് ഈ JLRന്റെ ഒരു ചെറിയൊരു പ്രശ്നം ഉണ്ടായിരുന്നില്ല. അതായത് അവിടെ ഫാക്ടറീസ് ഒക്കെ ഷട്ട് ഡൗൺ ആയിരുന്നു ഈ ജാഗ്വർ ലാൻഡ് റോവറിൽ ഒരു സൈബർ അറ്റാക്കിന് ശേഷം. അതിൽ തന്നെ ശരിക്കും പറഞ്ഞാൽ ഈ ടാറ്റ മോട്ടോഴ്സിന്റെ ഷെയർ ഇത്തിരി പ്രഷറൈസ്ഡ് ആയിരുന്നു. ഇനി ഈ ഒരു ഇഷ്യൂലും കൂടെ പ്രഷറൈസ്ഡ് ആവുകയാണെന്നുണ്ടെങ്കിൽ അത് ചിലപ്പോൾ ഒരു വൺ ടൈം ഓപ്പർച്യൂണിറ്റി ആയിട്ട് ചിലപ്പോൾ മാറിയേക്കാം എന്നുള്ളത്. അപ്പം നമ്മളിപ്പോൾ പറയുന്നതെന്ന് വെച്ചാൽ ഇതിനകത്ത് ഹോം മിനിസ്റ്ററും ഫിനാൻസ് മിനിസ്റ്ററിൻ്റെയും അതുവരെ എത്തണം എന്നുണ്ടെങ്കിൽ ഈ കാര്യം അത്ര ചെറുതാണോ സിമ്പിളാണോ എന്നുള്ള കാര്യം നമുക്കറിയില്ല എന്നുള്ളതാണ്. കാര്യം അത്രയ്ക്ക് വർത്തായിട്ടുള്ള ഒരു ഗ്രൂപ്പാണെന്നുള്ളത് നമ്മൾ മനസ്സിലാക്കാൻ. നേരത്തെ ജാസ്മിൻ പറഞ്ഞ പോലെ സോൾട്ട് ടു സെമി കണ്ടക്ടർ, ആ രീതിയിലുള്ള ഏതാണ്ട് 30 ലിസ്റ്റഡ് കമ്പനീസ് ആൻഡ് 400 ഗ്രൂപ്പ് കമ്പനീസ് കൺട്രോൾ ചെയ്യുന്ന ഒരു കോർപ്പറേറ്റ് ബെഹമത്താണ് എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയമില്ല. സോ ഇതൊരു ക്ലോസ്ലി വാച്ച് ചെയ്യേണ്ട ഇമ്പോർട്ടൻറ്റ് ഡെവലപ്മെന്റ് ആണെന്നുള്ളത് നമുക്ക് പറഞ്ഞു വയ്ക്കാതിരിക്കാൻ വയ്യ എന്നുള്ളത്. നമുക്കിനിപ്പോൾ വാൾ സ്ട്രീറ്റിന്റെ ഡീറ്റെയിൽസിലൊന്ന് നോക്കാം. ഒന്ന് US ഷട്ട് ഡൗൺ എൻഡേഴ്സ് സെക്കൻഡ് വീക്ക്. കീ ഇൻഡീസസ് കൂടുതലും റെഡ് ആണ്. ഇപ്പോൾ ഡൗ ജോൺസ് ആണെങ്കിൽ 0.2% ഡൗൺ ആയിരുന്നു, നാസ്ഡാക്ക് 0.67% ഡൗൺ ആയിരുന്നു, S&P 500 0.38% ഡൗൺ ആയിരുന്നു എന്നുള്ള. അതായത് ഒറാക്കിളിന്റെ സ്റ്റോക്ക് 2% ഡൗൺ ആയിരുന്നു. അതായത് ഒറാക്കിളിനെ കുറിച്ച് വലിയ എക്സ്പെക്ടേഷൻ ആണ്, വലിയ രീതിയിൽ പെർഫോം ചെയ്തു. പക്ഷേ അവരുടെ ക്ലൗഡ് ബിസിനസ് ഉണ്ടല്ലോ,
വേണ്ട രീതിയിൽ പെർഫോം ചെയ്തില്ല എന്ന് മാത്രമല്ല മാർജിൻ ശരിക്കും പറഞ്ഞാൽ ചെറുതായിട്ടൊന്ന് കംപ്രസ്ഡും ആയി എന്നുള്ള. ഇപ്പോൾ വാൾ സ്ട്രീറ്റിലെ ഡിസ്കഷൻ തുടങ്ങിയിരിക്കുന്നു. അതായത് ഈ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിനെ ബേസ് ചെയ്തിട്ടുള്ള ട്രേഡ് ഉണ്ടല്ലോ, അതായത് ആ സ്റ്റോക്കുകളാണല്ലോ ശരിക്കും പറഞ്ഞാൽ US മാർക്കറ്റിനെ ഡ്രൈവ് ചെയ്തേക്കുന്നത്. മറ്റുള്ള സ്റ്റോക്കുകൾ നോക്കുകയാണെങ്കിൽ US മാർക്കറ്റിൽ ഒന്നും ചെയ്തിട്ടില്ല എന്നുള്ള. അപ്പോൾ മെയിൻലി ഈ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് ബേസ് ചെയ്ത ട്രേഡ് ഓവർ ഹൈപ്ഡ് ആണോ, ബബിൾ ടെറിട്ടറിയിലാണോ, ഇത് എവിടെയെങ്കിലും വെച്ചൊന്ന് സ്റ്റെബിലൈസ് ചെയ്ത് ഇതൊരു കമോഡിറ്റൈസ്ഡ് ആയിട്ട് ഒന്ന് ചെറുതായിട്ടൊന്ന് കറക്റ്റ് ചെയ്യണ്ടേ, അതിനുള്ള സമയമായോ അതാണോ ഒറാക്കിൾ പറയുന്നത് എന്നുള്ളത് ഇന്നലെ രാത്രി മുതൽ അവരുടെ ഡിസ്കഷൻ തുടങ്ങി എന്നുള്ളത് വളരെ രസകരമായിട്ടുള്ള കാര്യം. US ബോണ്ട് ഈൽഡ് നമ്മൾ നോക്കുകയാണെങ്കിൽ 10 ഇയർ ട്രഷറി ഈൽഡ് ഒന്ന് ചെറുതായിട്ട് ഡിപ്പ് ചെയ്ത് 4.13% ആയി. ഓഫ് കോഴ്സ് അതെന്താണെന്ന് വെച്ചാൽ US ഷട്ട് ഡൗണിലാണ്. അപ്പോൾ അവിടെ ഒരു ഡേറ്റ ബ്ലാക്ക് ഔട്ട് ഉണ്ട്, ഒരുപാട് ഡേറ്റ കിട്ടുന്നില്ല എന്നുള്ള കാരണം കൊണ്ട് തന്നെ ആയിരിക്കാം. പിന്നെ ഗോൾഡ്, അൺസ്റ്റോപ്പബിൾ ഗോൾഡ് റഷ്, അതായത് ക്രോസസ് $4,000 per troy ounce ഫോർ ദ ഫസ്റ്റ് ടൈം ഇൻ ഹിസ്റ്ററി എന്നുള്ള രീതിയിലാണ്. അതായത് സാധാരണ നമ്മൾ പറയുമല്ലോ, സാധാരണ ഇപ്പോൾ ഗോൾഡ് കയറാനായിട്ട് ഒരുപാട് കാര്യങ്ങൾ, അതായത് എന്താ, ഇൻഫ്ലേഷൻ കാരണം ഗോൾഡ് കയറാം, 2 ജിയോ പൊളിറ്റിക്കൽ റിസ്ക് കാരണം ഗോൾഡ് കയറാം, 3 സെൻട്രൽ ബാങ്കിൻ്റെ ബൈയിങ് കാരണം ഗോൾഡ് കയറാം. അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ നിലനിൽക്കെ പുതിയതായിട്ടുള്ളൊരു കാരണം കൂടെ വന്നു. ഏതാണ്? US ഷട്ട് ഡൗൺ കാരണം ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഡേറ്റാസ് ഒന്നും പുറത്തോട്ട് വന്നില്ല. അപ്പോൾ സിസ്റ്റത്തിനോടുള്ള ട്രസ്റ്റ് കുറഞ്ഞുകൊണ്ട് പൈസ ഈസ് മൂവിങ് ടുവേർഡ്സ് ഗോൾഡ് എന്നുള്ളത് ഒരു എന്താ പറയുക, ഒരു സിനാരിയോ, അതായത് പെർഫെക്റ്റ് റെസിപ്പി ഫോർ ദ ഗോൾഡ് ടു മൂവ് ഇൻ. ഇപ്പം നമ്മൾ നോക്കുകയാണെങ്കിൽ റേ ഡാലിയോ ഒക്കെ വളരെ പോസിറ്റീവായിട്ട്, റേ ഡാലിയോ എന്ന് പറയുന്ന എക്കണോമിസ്റ്റ്, ഇപ്പോൾ യൂട്യൂബിൽ നോക്കുകയാണെങ്കിൽ അദ്ദേഹത്തിൻ്റെ ഒരുപാട് വീഡിയോ എക്കണോമി എങ്ങനെയാണ് വർക്ക് ചെയ്യണമെന്നൊക്കെ നല്ല വീഡിയോസ് അദ്ദേഹം കാണിച്ചിരുന്നുണ്ട്. അദ്ദേഹം പോലും ഇതിനകത്ത് ഭയങ്കരമായിട്ട് ഓപ്റ്റിമിസ്റ്റിക് ആയിട്ടെന്നുള്ള. ഇപ്പോൾ നമ്മൾ ഈ റാലി കണ്ടിന്യൂ ചെയ്യുകയാണെങ്കിൽ ആൾക്കാർ പറയുന്ന അനുസരിച്ച്, എക്സ്പേർട്ട് പറയുന്നത് $4,200 വരെ പോവാം, $4,525 per troy ounce വരെ പോകാനുള്ള സെറ്റപ്പ് ഉണ്ട് എന്നുള്ളതാണ് അതിനകത്ത് പറയുന്നത്. ഇപ്പോൾ ഓയിൽ സ്റ്റഡിയാണ്, ബ്രന്റ് ഏതാണ്ട് $66 per ബാരലിൻ്റെ അവിടെ, അതായത് അതിന് ബിലോ ആയിട്ടാണ് നിൽക്കുന്നതെന്നുള്ള. WTI ആണെങ്കിൽ $62 per ബാരലിന് മുകളിലും നിൽക്കുന്നു. അപ്പോൾ ഓയിൽ മാർക്കറ്റിലും വലിയ ഇതൊന്നുമില്ല. ഇന്ന് ഫെഡിൻ്റെ മിനിറ്റ്സ് ഒന്ന് പുറത്തോട്ട് വരുന്നുണ്ട്. അപ്പോൾ അതെന്താണെന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം. പിന്നെ ഇന്ത്യൻ മാർക്കറ്റ് നമ്മൾ ഇന്നലെ പറഞ്ഞിരുന്നു, അതായത് വളരെ ക്രൂഷ്യൽ ആയിട്ടുള്ള സ്ഥലത്താണ്. അതായത് 2-3 ദിവസത്തിനുള്ളിൽ 25,120 ബ്രേക്ക് ചെയ്യണം. ചെയ്ത് കഴിഞ്ഞു കഴിഞ്ഞാൽ ശരിക്കും പറഞ്ഞാൽ ഒരു ഹെൽത്തി കറക്ഷൻ മാർക്കറ്റിൽ നടക്കണം, ഒരു 24,650 വരണം എന്നുള്ളതാണ് ഒരു ലാർജർ ട്രേഡ് സെറ്റപ്പ്. നമ്മുടെ ലിമിറ്റഡ് ഇൻഫർമേഷൻ വെച്ച് നമുക്ക് നോക്കിയത്. ഇന്നലെ തന്നെ നമ്മൾ നോക്കുകയാണെങ്കിൽ മാർക്കറ്റ് 25,250 ഹിറ്റ് ചെയ്തിട്ട് ശരിക്കും പറഞ്ഞാൽ 25,108 ക്ലോസ് ചെയ്തതെന്നുള്ള. അപ്പോൾ ഞാൻ ഇപ്പോഴും പറയുന്നു, നമ്മൾ ഇന്നലെ മുതൽ ആ ഓപ്റ്റിമിസം സ്റ്റാൻഡിൽ നിന്ന് മാറി ഒരു കോഷ്യസ് ഓപ്റ്റിമിസം സ്റ്റാൻഡിലേക്ക് നമ്മൾ ഒന്ന് വരുന്നു എന്നുള്ളതാണ്. ഇതിനകത്ത് ഇപ്പോൾ ഇന്നൊന്ന് നമ്മൾ മാർക്കറ്റിലെ ട്രേഡ് സെറ്റപ്പ് നോക്കുകയാണെങ്കിൽ ഒന്ന് വേദാന്ത വാച്ച് ചെയ്യണം. അതായത് വേദാന്ത എന്ന് പറയുന്നത് ഇന്ന് NCLTയുടെ ഒരു ഡീമർജറിൻ്റെ ഒരു ഹിയറിംഗ് വരുന്നുണ്ട് എന്നുള്ളതാണ് ഒരു ന്യൂസ്. രണ്ടാമത്തെ ന്യൂസ് എന്ന് വെച്ചാൽ ഈ വേദാന്ത 64% ഹിന്ദുസ്ഥാൻ സിങ്കിൽ ഹോൾഡ് ചെയ്യുന്നുണ്ട്. ഈ ഹിന്ദുസ്ഥാൻ സിങ്കിൻ്റെ പ്രത്യേകത എന്ന് വെച്ചാൽ ഹിന്ദുസ്ഥാൻ സിങ്കാണ് ഇന്ത്യയിലുള്ള ഒരു സിൽവർ പ്ലേ. അപ്പോൾ സിൽവറിൻ്റെ റാലിക്ക് പ്ലേ ചെയ്യാൻ പറ്റിയ സ്റ്റോക്കാണ് ഹിന്ദുസ്ഥാൻ സിങ്ക്. ഡയറക്റ്റായിട്ട് ഈ പറയുന്ന പോലെ സിൽവർ ഒന്നും മൈൻ ചെയ്തെടുക്കുന്നില്ല. അവർ പക്ഷേ സിങ്ക് ലെഡ് ഓറിൽ നിന്ന്, കാര്യം അവരുടെ ബിസിനസ് തന്നെ ഈ സിങ്ക് ലെഡ് മൈനിങ് കമ്പനിയാണ്. ഏതാ? ഹിന്ദുസ്ഥാൻ സിങ്കിന്. അതിൽ നിന്ന് അവർ സിൽവർ എക്സ്ട്രാക്ട് ചെയ്ത് എടുക്കുന്നുണ്ട് എന്നുള്ളതാണ് അതിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത്. അപ്പോൾ നമ്മുടെ പ്രേക്ഷകൻ തന്നെ ഇന്നലെ ചോദിച്ചു, പ്രോക്സി ഇൻവെസ്റ്റിംഗ് എന്താണ്? ഈ പ്രോക്സി ഇൻവെസ്റ്റിംഗ് അല്ലെങ്കിൽ പ്രോക്സി സ്റ്റോക്ക് പിക്ക് എന്ന് പറയുന്നത് എന്താണെന്ന്. പ്രോക്സി സ്റ്റോക്ക് പിക്ക് എന്ന് പറയുന്നത് ഇത് തന്നെയാണ്. അതായത് നമ്മളൊരു മെയിൻ തീം പിടിക്കുന്നതിന് പകരം അതിൻ്റെ സബ്സിഡറി തീം പിടിക്കുക. അതായത് ഒരു ക്ലിയർ എക്സാമ്പിൾ ഞാൻ പറയാം. റിയൽ എസ്റ്റേറ്റ് നന്നായിട്ട് നമ്മൾ എന്താ പറയുക ഗ്രോ ചെയ്യും എന്നുണ്ടെങ്കിൽ നമ്മൾ റിയൽ എസ്റ്റേറ്റ് ഡയറക്റ്റ് സ്റ്റോക്സ് മേടിക്കാതെ ആൻസിലറി കമ്പനികൾ മേടിക്കുന്നു. അതായത് ഏതാ? ബിൽഡിംഗ് മെറ്റീരിയൽസ് തരുന്ന കമ്പനീസ്, അതായത് സിമെൻറ്റ് തരുന്ന കമ്പനീസ്, ടൈൽസ് തരുന്ന കമ്പനീസ്, പെയിന്റ് അടിക്കുന്ന കമ്പനീസ്. ഇപ്പം നമ്മൾ നോക്കുകയാണെങ്കിൽ കജാറിയ, സെറ, സിമെന്റ് കമ്പനിയായ അൾട്രാടെക് സിമെന്റ്, അല്ലെങ്കിൽ ഏഷ്യൻ പെയിന്റ്സ്. അതായത് നമ്മൾ റിയൽ എസ്റ്റേറ്റിനെ ഡയറക്റ്റ് ആയിട്ട് മേടിക്കുന്നില്ല. റിയൽ എസ്റ്റേറ്റ് ഗ്രോ ചെയ്യുകയാണെങ്കിൽ എന്തൊക്കെ ആൻസിലറി ഇൻഡസ്ട്രീസ് ഗ്രോ ചെയ്യുമോ ആ ഇൻഡസ്ട്രി വഴി റിയൽ എസ്റ്റേറ്റിൻ്റെ ഗ്രോത്തിനെ ബെനിഫിറ്റ് ചെയ്ത് എടുക്കുക എന്ന് പറയുന്നതാണ് പ്രോക്സി ഇൻവെസ്റ്റിംഗ്. ആ പ്രോക്സി ഇൻവെസ്റ്റിങ്ങിൻ്റെ ഒരു കറക്റ്റ് എക്സാമ്പിളാണ് ഇപ്പം ഇന്ന് വേദാന്ത വന്നിരിക്കുന്നത്. അതായത് വേദാന്തയ്ക്ക് ഈ പറഞ്ഞ പോലെ NCLT ഡീമർജറിൻ്റെ ഒരു ന്യൂസ് ഉണ്ട്. അത് കൂടാതെ തന്നെ അവർ ഏതാണ്ട് 64% ഹിന്ദുസ്ഥാൻ സിങ്കിൽ ഹോൾഡ് ചെയ്യുന്നുണ്ട്. ഹിന്ദുസ്ഥാൻ സിങ്ക് എന്ന് പറയുന്നത് ഒരു സിൽവർ പ്രോക്സി സ്റ്റോറിയും കൂടെയാണ്
ആണ് എന്നുള്ള. ഇപ്പോൾ വേദാന്ത ഈസ് ഇൻഡയറക്ട്ലി എ പ്രോക്സി സ്റ്റോറി ടു സിൽവർ എന്ന് വേണമെങ്കിൽ പറഞ്ഞു വയ്ക്കാം. അപ്പോൾ വേദാന്ത ഒന്ന് വാച്ച് ചെയ്യണം, കയറുന്നോ ഇറങ്ങുമോ എന്നുള്ള ഉദ്ദേശത്തിലല്ല, ഒന്ന് വാച്ച് ഔട്ട് ചെയ്യുക എന്നുള്ളത് മാത്രമേ പറയുന്നുള്ളൂ. പിന്നെ ഒന്ന് റിലയൻസിന് വെച്ചാൽ ഇന്നിപ്പോൾ മാർക്കറ്റിൽ മീനിങ് ഫുൾ ആയിട്ടുള്ള ലീഡർഷിപ്പേ ഇല്ല. അപ്പോൾ റിലയൻസ് ആണ് ഞാൻ ഉറ്റുനോക്കുന്നത്. അടുത്ത റാലിക്ക് എന്ത് സപ്പോർട്ടാണ് റിലയൻസ് തരുന്നത്? റിലയൻസ് ആണെങ്കിൽ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ലെവലാണ്. അതായത് ഇന്നലെ 1385 ക്ലോസ് ചെയ്തു. 20 DMA എന്ന് പറഞ്ഞാൽ 1381 ആണ്. 50 DMA എന്ന് പറഞ്ഞാൽ 1387 ആണ്. വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള സെറ്റപ്പ് ആണെന്നുള്ളതാണ് നമ്മളൊന്ന് കണ്ടുവെക്കേണ്ടത്. പിന്നെ ഇന്ന് നവി മുംബൈ എയർപോർട്ട് ഇന്ന് കമ്മീഷൻ ചെയ്യുകയാണ്. പ്രൈം മിനിസ്റ്ററാണ് കമ്മീഷൻ ചെയ്യുന്നതെന്നാണ് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ന്യൂസ് ആണെന്നുള്ളത് കാര്യവും നമ്മൾ പറഞ്ഞു വെച്ചു എന്നുള്ളതാണ്. പിന്നെ ഇതിനകത്ത് ശരിക്കും പറഞ്ഞാൽ നമ്മുടെ ഒരു പ്രേക്ഷകൻ തന്നെ ചോദിച്ചൊരു ചോദ്യം തന്നെയാണ്. അത് ശരിക്കും പറഞ്ഞാൽ ഒന്ന് ചെറുതായിട്ടൊന്ന് എക്സ്പ്ലെയിൻ ചെയ്ത് ഞാൻ വിടാം. അതായത് സെക്യൂരിറ്റി ട്രാൻസാക്ഷൻ ടാക്സ്. ഈ സെക്യൂരിറ്റി ട്രാൻസാക്ഷൻ ടാക്സ് എന്ന് പറഞ്ഞാൽ STT. ഈ STT എപ്പോഴാണെന്ന് വെച്ചാൽ നമ്മളൊരു ഷെയർ നമ്മുടെ ടെർമിനൽ അല്ലെങ്കിൽ നമ്മുടെ ആപ്പിൽ പോയിട്ട് നമ്മൾ ബൈ ചെയ്യുകയോ സെല്ല് ചെയ്യുകയോ ചെയ്യുകയാണെങ്കിൽ നമ്മളെ എക്സ്ചേഞ്ചുകളായ NSEയും BSEയും ചാർജ് ചെയ്ത് ഗവൺമെൻറ്റിന് കൊടുക്കുന്ന കാശാണ് STT. ഈ STTയുടെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ നമ്മൾ ബൈ ചെയ്യുമ്പോഴും സെല്ല് ചെയ്യുമ്പോഴും ഉണ്ട്. അതിപ്പോൾ ഡെലിവറി ആണെങ്കിൽ നമ്മൾ ഇന്ന് മേടിച്ചിട്ട് ഡെലിവറി എടുത്തിട്ട് പിന്നെ ഒരു ദിവസമാണ് വിൽക്കണമെങ്കിൽ ബൈയിങ്ങിന് 0.1%ഉം സെല്ലിങ്ങിനും 0.1% ആണ്. ഓക്കെ, അതാണ് അതിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത്. അപ്പോൾ ഇതാണ് അതിൻ്റെ ഒരു ഇത്. ഇപ്പോൾ ഇൻട്രാ ഡേയിൽ നമ്മൾ മേടിച്ച് ട്രേഡ് ചെയ്ത്, അതായത് സ്ക്വയർ ഓഫ് ചെയ്യുകയാണെങ്കിൽ ശരിക്കും പറഞ്ഞാൽ അതിനകത്ത് സെയിം ഡേ തന്നെ നമ്മൾ സെല്ല് ചെയ്യുകയാണെങ്കിൽ സെല്ലർ പേ ചെയ്താൽ മതി, ബയ്യർ പേ ചെയ്യണ്ട എന്നുള്ളതാണ് പ്രത്യേകത. അതേസമയം നമ്മൾ ഡെലിവറി ആണെന്നുണ്ടെങ്കിൽ ബൈയിങ്ങിനും സെല്ലിങ്ങിനും പേ ചെയ്യണം എന്നുള്ളതാണ് STT. അപ്പോൾ ഗവൺമെൻറ്റിന് ഏതാണ്ട് 25,000 തൊട്ട് 30,000 കോടി വരെ ഒരു കൊല്ലം ഈ STTയിൽ, അതായത് നമ്മൾ മേടിക്കുന്നത് കാരണം കിട്ടുന്നുണ്ട് എന്നുള്ള ഈ ഒരു കാരണം കൊണ്ട് തന്നെയാണ് ഈ ഗവൺമെൻറ് മാർക്കറ്റിൽ അധികം ഹോൾഡേ തരാത്തത്. കാര്യം ഓരോ ദിവസം ക്ലോസ് ചെയ്തിട്ടാൽ STTയുടെ റവന്യൂ കുറയും. അതുകൊണ്ട് ഇന്ത്യൻ മാർക്കറ്റ് മറ്റുള്ള മാർക്കറ്റ് വെച്ച് നോക്കുമ്പോൾ ഇപ്പം നമ്മൾ ചൈനീസ് മാർക്കറ്റ് 8 ദിവസം നമുക്ക് അവധിയാണ്, അതായത് ഗോൾഡൻ വീക്ക് എന്ന് വെച്ചിട്ട്. നമ്മുടെ ഇവിടെ അവധി എന്ന് പറഞ്ഞാൽ ഒരു ദിവസം ഉള്ളതാണ് അവധിയൊക്കെ തരുന്നത്. അതായത് ടോട്ടൽ മാർക്കറ്റിൽ 8, 10, 12 ദിവസങ്ങളാണ് അവധി വരണം എന്നുള്ളത്. ഈ STT റവന്യൂ കാരണം തന്നെയാണ് ഇവർ പറയുന്നത്. ഈ STT എന്ന് പറയുന്നത് സോഴ്സിൽ തന്നെ ഡിഡക്ട് ചെയ്യുന്നതാണ്. പക്ഷേ TDS പോലെ നമുക്കിതിനെ അഡ്ജസ്റ്റ് ചെയ്യാനോ റീഫണ്ട് ചെയ്യാനോ പാടില്ല. അപ്പോൾ ഇതിൻ്റെ പ്രത്യേകത ഇതാണെന്നുള്ളത്. ഇത് കൊണ്ടുവന്നത് ശരിക്കും പറഞ്ഞാൽ ചിദംബരമാണ്. അത് ചിദംബരം എനിക്ക് തോന്നുന്നു 2004-05 ബഡ്ജറ്റിലാണ് ഇത് കൊണ്ടുവരുന്നത്. അത് കൊണ്ടുവരുന്നത് വെച്ചാൽ ഇപ്പുറത്തെ സൈഡിൽ ഷോർട്ട് ടേം ക്യാപിറ്റൽ ഗെയിൻസ് ടാക്സ് 10% ആക്കുകയും ലോങ് ടേം ക്യാപിറ്റൽ ഗെയിൻസ് ടാക്സ് അബോളിഷ് ചെയ്യുകയും കൂടെ ചെയ്തപ്പോൾ ആ റവന്യൂ ഷോർട്ട് ഫോൾ ഒന്ന് കുറയ്ക്കാൻ വേണ്ടിയിട്ടാണ് ഈ STT കൊണ്ടുവന്നതെന്നുള്ള. അതാണ് അതിൻ്റെ STTയുടെ ഉത്ഭവം. ഇപ്പോൾ ഒരു മിസ്റ്റർ അസീം ജുനേജ എന്ന് പറയുന്ന വ്യക്തി സുപ്രീം കോടതിയിൽ പോയിരിക്കുന്നു. അദ്ദേഹം പറയുന്നത് വെച്ചാൽ ഈ STT ലീഗലി ചലഞ്ച് ചെയ്തേക്കാണ്. അദ്ദേഹം പറയുന്നത് വെച്ചാൽ ഇത് വയലേറ്റ്സ് ദ ബേസിക് പ്രിൻസിപ്പിൾസ് ഓഫ് ടാക്സേഷൻ. അവർ പറയുന്നത് വെച്ചാൽ ഈ STT എന്ന് പറയുന്നത് ഡബിൾ ടാക്സേഷനാണ്. ഒന്നാമത്തെ കാര്യം, നിങ്ങളൊരു സ്റ്റോക്ക് മാർക്കറ്റിൽ ഇൻവെസ്റ്റ് ചെയ്ത് അതിന് പ്രോഫിറ്റ് ഉണ്ടാക്കണമെങ്കിൽ മാത്രമല്ലേ ടാക്സ് അടയ്ക്കേണ്ട കാര്യമുള്ളൂ. ടാക്സ് ഈസ് ഓൺ പ്രോഫിറ്റ്. പിന്നെ എങ്ങനെ നിങ്ങൾ ഇതിനകത്ത് ഈ STT എന്ന് പറയുന്നത് നിങ്ങൾ ട്രേഡ് ചെയ്യുമ്പോൾ തന്നെ മേടിക്കുന്നു, അത് പ്രോഫിറ്റ് ആണോ ലോസ് ആണോ എന്നുള്ള രീതിയിലേ അല്ല. പ്രോഫിറ്റ് ആണെങ്കിലും ലോസ് ആണെങ്കിലും നിങ്ങൾ STT അടയ്ക്കണം. ചോദിക്കുന്നതിൽ വലിയ അർത്ഥമായിട്ടുള്ള പോയിന്റാണ്. അതേസമയം ലോങ് ടേം ക്യാപിറ്റൽ ഗെയിൻസ് ടാക്സ് അല്ലെങ്കിൽ ഷോർട്ട് ടേം ക്യാപിറ്റൽ ഗെയിൻസ് ടാക്സ് പറഞ്ഞാൽ നിങ്ങൾക്ക് പ്രോഫിറ്റ് ഉണ്ടെങ്കിൽ മാത്രം അടച്ചാൽ മതി. അപ്പോൾ ഈ ഡബിൾ ടാക്സേഷൻ അവിടെ നിന്ന് വരുന്നുണ്ട്. ദിസ് വയലേറ്റ്സ് ദ പ്രിൻസിപ്പിൾസ് ഓഫ് പ്രിൻസിപ്പിൾസ് ഓഫ് ടാക്സേഷൻ എന്നുള്ളതാണ് പറയുന്നത്. അതായത് അദ്ദേഹം പറയുന്ന 2 കാര്യങ്ങളിലാണ് വയലേറ്റ് ചെയ്യുന്നത്. ഒന്ന്, ഇറ്റ് ടാക്സസ് സെയിം ട്രാൻസാക്ഷൻ ട്വൈസ്. ഒരു ടാക്സേഷന് 2 പ്രാവശ്യം അതിനകത്ത് ടാക്സ് ചെയ്യണു. അത് മാത്രമല്ല പ്രോഫിറ്റിലല്ല അപ്ലൈ ചെയ്യുന്നത്, നിങ്ങളുടെ ട്രേഡിങ്ങിനെയാണ് അഫക്റ്റ് ചെയ്യുന്നത്. അപ്പോൾ അദ്ദേഹം 3 കാരണങ്ങളാണ് അതിനകത്ത്. അതായത് സിദ്ധാർത്ഥ് ഗർഗ് എന്ന് പറയുന്ന ഒരു അഡ്വക്കേറ്റ് ആണ് നമ്മുടെ ഈ അസീം ജുനേജയ്ക്ക് വേണ്ടി അപ്പിയർ ചെയ്തേക്കുന്നത്. അവിടെ കോർട്ടിലേക്ക് പറഞ്ഞൊരു കാര്യം എന്ന് വെച്ചാൽ STT എന്ന് പറഞ്ഞാൽ ഒന്ന്, റൈറ്റ് ടു ഇക്വാലിറ്റിയെ ക്വസ്റ്റ്യൻ ചെയ്യുന്നത്, അതായത് ആർട്ടിക്കിൾ 14 ഓഫ് കോൺസ്റ്റിറ്റ്യൂഷൻ്റെ ആർട്ടിക്കിൾ 14. 2, റൈറ്റ് ടു ട്രേഡ് ഓർ റൈറ്റ് ടു പ്രാക്ടീസ് എ പ്രൊഫഷൻ. ഒരു ജോലി ചെയ്യുന്നതും കൂടെ ഈ STT ക്വസ്റ്റ്യൻ ചെയ്യണം. അതായത് ആർട്ടിക്കിൾ 19 സബ് ക്ലോസ് 1G ഓഫ് ദ കോൺസ്റ്റിറ്റ്യൂഷൻ. 3, റൈറ്റ് ടു ലിവ് വിത്ത് ഡിഗ്നിറ്റി, അതും കൂടെ ക്വസ്റ്റ്യൻ ചെയ്യുന്നു, അതായത് ആർട്ടിക്കിൾ 21 ഓഫ് കോൺസ്റ്റിറ്റ്യൂഷൻ. അപ്പോൾ ഈ 3 രീതിയിലാണ് അദ്ദേഹം ചലഞ്ച് ചെയ്തിരിക്കുന്നത് എന്നുള്ളത് വളരെ വാലിഡ് പോയിന്റ്സ് ആണ്. ഇതിൻ്റെ ഇപ്പോൾ എനിക്ക് തോന്നുന്നത് ബെഞ്ച് ലെഡ് ബൈ ജസ്റ്റിസ് പർദിവാല, JB പർദിവാല, ഇത് ഫിനാൻസ് മിനിസ്ട്രിക്ക് ഒരു ലെറ്റർ അയച്ചിട്ടുണ്ട് എന്നുള്ളതാണ്. അതായത് ഒരു കാര്യം വളരെ ക്ലിയർ ആയിട്ട് പറയാം, ഈ എക്സിസ്റ്റിംഗ് ഗവൺമെൻറ് എന്ന് പറയുന്നത് അവർ പറയുന്നത് എന്താ അറിയോ, ഈ പ്രോഫിറ്റ് ഫ്രം ഇക്വിറ്റീസ് നിങ്ങളൊരു എഫേർട്ട് ഇല്ലാതെ ഉണ്ടാക്കുന്നതാണ്, അതിനെ ഭയങ്കരമായിട്ട് ടാക്സ് ചെയ്യണം എന്നാണ്.
ഈ ഗവൺമെൻറ് അതിൻ്റെ ചിന്താഗതി എന്ന് പറഞ്ഞാൽ വളരെ മോശമാണെന്നുള്ള കാര്യത്തിൽ പറയാതിരിക്കാൻ പറ്റില്ല. അതേസമയം ചിദംബരവും ഇതിന് മുമ്പേയുള്ള ഗവൺമെൻറ്റും ഇപ്പോൾ പ്രതിപക്ഷത്തിരിക്കുന്ന ഗവൺമെൻറ് ഉണ്ടായിരുന്ന സമയത്ത് വളരെ ഇൻവെസ്റ്റ്മെൻറ്റ് ഫ്രണ്ട്ലി ആയിട്ടും വളരെ ഈസിയർ ടാക്സ് നോംസുമാണ് ശരിക്കും പറഞ്ഞാൽ കൊണ്ടുവന്നത്. ഈ ഗവൺമെൻറ് ഒരുപാട് നല്ല കാര്യങ്ങൾ എക്കണോമി ചെയ്യുന്നു, അതൊക്കെ നമ്മൾ അപ്രീഷിയേറ്റ് ചെയ്യുന്നു. പക്ഷേ ഈ STTയുടെ കാര്യത്തിലും ക്യാപിറ്റൽ ഗെയിൻസ് ടാക്സിൻ്റെ കാര്യത്തിലും ഒരു ടാക്സ് ടെററിസം തന്നെ ഇതിനകത്തുണ്ട് എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയമില്ല. അതായത് പീനലൈസ് ചെയ്യാണ്. അതായത് നമ്മൾ ശരിക്കും പറഞ്ഞാൽ ഇന്ത്യ ശരിക്കും പറഞ്ഞാൽ മറ്റുള്ള രാജ്യങ്ങളായിട്ട് വലിയ രീതിയിലൊന്നും ടാക്സ് പിടിച്ചു വാങ്ങിക്കുന്നില്ല. ഒരുപാട് ടാക്സ് ഇല്ലാത്ത രാജ്യങ്ങളുണ്ട്, ഇല്ലയെന്ന് പറയാൻ പറ്റില്ല. ഇപ്പം നമ്മൾ നോക്കുകയാണെങ്കിൽ UAE, സിംഗപ്പൂർ, ബെൽജിയം, ന്യൂസിലൻഡ്, ബർമുഡ, മൊണാക്കോ, ബഹാമാസ്, കേമൻ ഐലൻഡിലൊന്നും ക്യാപിറ്റൽ ഗെയിൻസ് ടാക്സ് ഒന്നും ഇല്ല, ഇക്വിറ്റീസിന് ഇത്ര ചാർജ് ചെയ്യുന്നില്ല. എന്നാൽ മറ്റുള്ള രാജ്യങ്ങൾ വെച്ച് നോക്കുമ്പോൾ ഇന്ത്യ കോമ്പറ്റീറ്റീവ് ആണ്. പക്ഷേ ഇന്ത്യയുടെ പ്രത്യേകത എന്താ? 140 കോടി ജനങ്ങളിൽ വളരെ കുറച്ച് പേര് മാത്രമേ ഉള്ളൂ. കൂടുതൽ പേര് ക്യാപിറ്റൽ മാർക്കറ്റിലേക്ക് വരണം എന്നാണ് ഗവൺമെൻറ് ആഗ്രഹിക്കുന്നത്. അതായത് ഫിനാൻഷ്യലൈസേഷൻ ഓഫ് സേവിങ്സ്. അങ്ങനെ നിൽക്കുന്ന ഒരു എക്കണോമിയിൽ ഇതേപോലെ ടാക്സ് ടെററിസം ഇട്ട് ഇതേപോലെ ദ്രോഹിക്കുക എന്ന് പറയുന്നത് ശരിയായിട്ടുള്ള നടപടിയല്ലെന്ന് പറഞ്ഞു വയ്ക്കുന്നു ജാസ്മിൻ. സുരേഷ് സാർ, നമുക്കേതായാലും നമ്മുടെ ഒരു സ്പോട്ട്ലൈറ്റ് ബിസിനസിൻ്റെ ഒരു സെഗ്മെന്റിലേക്ക് കിടക്കാം. ജാസ്മിൻ ഇന്ന് സ്പോട്ട്ലൈറ്റിലെ ബിസിനസ് എന്ന് പറയുമ്പോൾ ശരിക്കും എനിക്ക് 2 ദിവസം മുമ്പ് ഉണ്ടായ ഒരു ജീവിതത്തിലുള്ളൊരു സംഭവം തന്നെയാണ്. അതായത് നമ്മൾ ഈ കോവിഡിന് ശേഷം ശരിക്കും എൻ്റെ ലൈഫിൽ ഈ ക്യാഷിൻ്റെ യൂസേജ് ഭയങ്കരമായിട്ട് കുറഞ്ഞു. കാര്യം നമ്മൾ എന്ന് മുതൽ GPay വന്നു അന്ന് മുതൽ നമ്മുടെ എല്ലാ ട്രാൻസാക്ഷനും GPay ആണ്. അത് നമ്മൾ പോകുന്ന സ്ഥലങ്ങളിലും പലയിടത്തും അത് അക്സെപ്റ്റ് ചെയ്യുന്നു എന്നുള്ളതും വളരെ വലിയ കാര്യമാണ്. വളരെ ഞാനിപ്പോൾ ഒരു ഫ്ലാറ്റ് ജീവിതമാണ് ഞാനും ഫാമിലി എന്നൊക്കെ പറഞ്ഞു. അപ്പോൾ എന്നെ സംബന്ധിച്ച് ആപ്പാടെ നമുക്ക് എപ്പോഴൊക്കെയാണ് ഈ പറയുന്ന പോലെ ഒരു ക്യാഷ് ട്രാൻസാക്ഷൻ്റെ ആവശ്യം എന്ന് പറയുന്നത് വെച്ചാൽ വളരെ വിരളമാണ്. ചെറിയ സമയത്ത് മാത്രമേ ശരിക്കും പറഞ്ഞാൽ ഇപ്പോൾ ഫ്ലാറ്റിലൊക്കെ ആണെങ്കിൽ എല്ലാ ആക്ടിവിറ്റിയും നമുക്കിപ്പോൾ ഒരു GPay കൊണ്ടോ അല്ലെങ്കിൽ FonePe കൊണ്ടോ നടന്നു പോകും. അല്ലാതെ എല്ലാം നമ്മൾ ബാങ്ക് വഴിയാണ് ട്രാൻസ്ഫർ ചെയ്യുന്നത്. അപ്പോൾ അതുകൊണ്ട് ഇപ്പോൾ തന്നെ അടുത്ത കാലത്തായിട്ട് ഞാൻ പേഴ്സ് ക്യാരി ചെയ്യുന്നില്ല എന്നുള്ള. ബട്ട് എനിക്ക് ഈ അടുത്ത കാലത്ത് നമ്മൾ ഈ അമ്പലങ്ങളിലും പള്ളിയിലൊക്കെ പോകുമ്പോഴാണല്ലോ ഈ ചെറിയ ദക്ഷിണ ഇടാനും ഇത് പൂജാരിക്ക് നമ്മൾ പ്രസാദം മേടിക്കുമ്പോൾ കൊടുക്കാനും ഒക്കെയാണ് നമ്മുടെ കയ്യിൽ ക്യാഷ് മേടിച്ചു വരുന്നത്. അപ്പോൾ അതിനുവേണ്ടി കുറച്ച് ക്യാഷ് എടുക്കാൻ വേണ്ടി മാത്രം ഞാൻ എൻ്റെ ഫ്ലാറ്റിൻ്റെ അടുത്തുള്ള ഒരു ATMിലേക്ക് ഞാൻ അടുത്ത് ചെന്നു. അവിടെ ചെന്നപ്പോഴത്തേക്കും ശരിക്കും പറഞ്ഞാൽ ഔട്ട് ഓഫ് സർവീസ് എന്ന് പറഞ്ഞാൽ ഒരു ബോർഡ് വെച്ചിരിക്കുന്നു. ഞാനും ഉണ്ട് രണ്ട് വ്യക്തികളും കൂടെ അവിടെ വെയിറ്റ് ചെയ്യുന്നുണ്ടെന്നുള്ള. അപ്പോൾ ശരിക്കും പറഞ്ഞപ്പോൾ ഞാൻ ഇറങ്ങാൻ പോയപ്പോൾ ഒരു ബാങ്കിൻ്റെ ആൾ അവിടെ പുറത്ത് നിൽക്കുന്നുണ്ട്, അതായത് സെക്യൂരിറ്റിയും കൂടെ. അപ്പോൾ എൻ്റെ അടുത്ത് പറഞ്ഞു വെച്ചാൽ ഇപ്പോൾ പോകണ്ട, അതായത് ഒരു 2 മിനിറ്റ്സിനുള്ളിൽ തീരും, അതൊന്ന് വെയിറ്റ് ചെയ്താൽ മതി, ചെറിയൊരു സർവീസിംഗ് ആണ് നടക്കുന്നതെന്ന്. അപ്പോൾ നമ്മൾ തീർച്ചയായിട്ടും എന്തായാലും ഇതല്ലെങ്കിൽ വേറൊരു സ്ഥലത്ത് പോകണമല്ലോ എന്ന് വെച്ച് ഈ നെസസിറ്റി ഒന്ന് ഫുൾഫിൽ ചെയ്യാൻ വേണ്ടിയിട്ട് 2 മിനിറ്റിൻ്റെ കാര്യമല്ലേ ഉള്ളൂ. ഇപ്പോൾ തന്നെ അത് ഔട്ട് ഓഫ് ഓർഡർ എന്നുള്ളത് അവർ മാറ്റി സർവീസ് പേഴ്സണിൽ നിൽപ്പുണ്ട്, അവരുടെ വണ്ടി നിൽക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ തീർച്ചയായിട്ടും ഇപ്പോൾ നമ്മളിപ്പോൾ ഇക്വിറ്റി മാർക്കറ്റിൽ നമ്മൾ നിൽക്കുന്നുണ്ട്, നമ്മുടെ കണ്ണുകൾ എപ്പോഴും ഇതിനകത്ത് എന്തെങ്കിലും ഒരു സ്റ്റോക്ക് ഐഡിയ ഉണ്ടോ എന്ന് നോക്കി നടക്കലാണ് എന്നുള്ളതാണ് നമ്മുടെ ഏറ്റവും വലിയ കഷ്ടകാലം എന്ന് പറയുന്നത്. അപ്പോൾ അങ്ങനെ നോക്കുമ്പോൾ ഞാൻ പ്രത്യേകിച്ചൊരു വണ്ടി കണ്ടു. ആ വണ്ടിയിലെ ആ കമ്പനിയുടെ നെയിം കണ്ടപ്പോൾ ശരിക്കും പറഞ്ഞാൽ എനിക്കൊന്ന് ഒരു എന്താ പറയുക ഒന്ന് സന്തോഷം തോന്നി. കാര്യം ആ സ്റ്റോക്ക് മാർക്കറ്റ് ലിസ്റ്റഡ് ആണ് എന്നുള്ള കാര്യം മനസ്സിലായി. ഞാൻ നോക്കിയപ്പോൾ സർവീസ് പ്രൊഫഷണൽസ് പുറത്തുനിന്ന് വരുന്നു, അവരൊരു യൂണിഫോമിലും ശരിക്കും പറഞ്ഞാൽ ആ പേരുകളൊക്കെ എഴുതി വെച്ചിരിക്കുന്നു. അപ്പോൾ അതൊരു ലിസ്റ്റഡ് കമ്പനിയാണെന്നുള്ള കാര്യം ഞാൻ ഉറപ്പിച്ചു എന്നുള്ളതാണ്. അപ്പോൾ ഞാൻ ആക്ച്വലി ഇവരൊന്ന് പുറത്തിറങ്ങിയപ്പോൾ ഞാൻ ഇവരെടുത്ത് ജസ്റ്റ് ഒന്ന് ചെറുതായിട്ട് സംസാരിച്ചു. നമ്മുടെ ഇൻക്യൂസിറ്റി ഇവിടെ തീരുന്നില്ലല്ലോ. അപ്പോൾ എന്തൊക്കെ കാര്യങ്ങളാണ് എന്നുള്ളത് നമ്മൾ ചോദിച്ചപ്പോൾ അവർ പറഞ്ഞു വെച്ചാൽ ഒരു സോഫ്റ്റ്വെയറിന് ചെറിയൊരു കംപ്ലയിൻറ്റ് ഉണ്ടായിരുന്നു. അവർ ആ സോഫ്റ്റ്വെയർ അപ്ഡേറ്റ് ചെയ്തതിന് ശേഷം അതായത് അവർ ക്യാഷ് അവിടെ ലോഡ് ചെയ്തു എന്നുള്ള ATMിൽ ലോഡ് ചെയ്തു. അപ്പോൾ അതിൻ്റെ പ്രോസസ്സ് ഭയങ്കരമായിട്ട് ഇതിനെ അന്ന് സീൽ ചെയ്ത് നിർത്തി, നമ്മളെയൊക്കെ പുറത്ത് നിർത്തി. ആർമേഡ് വെഹിക്കിളാണത്, അതായത് അത് കംപ്ലീറ്റ് ഗ്രില്ലൊക്കെ ഇട്ടിട്ട് എനിക്ക് തോന്നുന്നു ബുള്ളറ്റ് പ്രൂഫ് ആണെന്നാണ് എനിക്ക് തോന്നുന്നത്. അതായത് ഗൺസ് ഒക്കെ ക്യാരി ചെയ്യുന്നവരൊക്കെ ഉണ്ട്. അപ്പോൾ ഈ പ്രോസസ്സാണ് അവിടെ നടന്നത്. അപ്പോൾ ഇതിൻ്റെ ഒരു മെയിൻ്റനൻസും ഇതിൻ്റെ ഒരു ക്യാഷിൻ്റെ ഡെപ്പോസിറ്റും അവിടെ നടന്നുകൊണ്ടിരിക്കുകയാണെന്നുള്ളതാണല്ലോ നമ്മൾ മനസ്സിലാക്കിയത്. അപ്പോൾ അവർ പറയുകയാണ് ഞങ്ങളാണ് ഇവിടെ സകല ATMസും ഇതേപോലെ മാനേജ് ചെയ്യുന്നത് എന്നൊക്കെ പറഞ്ഞപ്പോൾ നമ്മുടെ ക്യൂരിയോസിറ്റിയിൽ നമ്മളിങ്ങനെ ചോദിച്ചുകൊണ്ടിരുന്നു. അപ്പോൾ ഞാൻ ചോദിച്ചു നിങ്ങളുടെ ഒരു ദിവസത്തെ പണി എങ്ങനെയാണെന്ന് ചോദിക്കുമ്പോൾ അവർ പറയുന്നത് വെച്ചാൽ അതായത് അവർ ഈ RBIയുടെയൊക്കെ ഈ ഒരു അപ്രൂവ്ഡ് സെൻറ്റേഴ്സ് ഉണ്ട്, അവിടെ നിന്നൊക്കെ വോൾട്ട് എന്ന് പറയുമ്പോൾ VAULT എന്നുള്ള ഉദ്ദേശത്തിൽ പറഞ്ഞാൽ അവിടെ നിന്നൊക്കെ കോടിക്കണക്കിന് രൂപ ഇവർ എടുത്തിട്ട് ആർമേഡ് വെഹിക്കിൾ എന്ന് പറഞ്ഞാൽ അതേപോലെ സെക്യൂരിറ്റി ഉള്ള വെഹിക്കിളിൽ സെക്യൂരിറ്റി സ്റ്റാഫിനെയും വെച്ചിട്ട് ഇവർ ആ സിറ്റിയുടെ പല സ്ഥലത്തും പോയി പല ATMകളിലും ലോഡ് ചെയ്യും. അതായത് അവർ പറയുന്നത് വെച്ചാൽ ഈ ക്യാഷ് മാനേജ്മെൻ്റ് ഒക്കെ ഞങ്ങളാണ് നടത്തുന്നത്. അതായത് എങ്ങനെയാണ് ATMിൽ, അതായത് ബാങ്കുകാർ ഇത് ഡയറക്റ്റ്ലി ചെയ്യുന്നില്ല, ഇത് ഔട്ട്സോഴ്സ്ഡ് സർവീസ് ആയിട്ടാണ് കൊടുക്കുന്നത്. അപ്പം ഞങ്ങൾ എന്ത് ചെയ്യും, അപ്പോൾ ഈ ബാങ്കുകാർ എല്ലാവരും പൈസ RBIയിലേക്ക് അടയ്ക്കും. ആ RBIയിൽ നിന്ന് ഇവർ പോയി എടുത്തുകൊണ്ട് വന്ന് ഈ ബാങ്കുകളുടെ
എന്താ പറയുക ATM-ന് അതിനൊരു കണക്കൊക്കെ അല്ലെങ്കിൽ അതിനൊരു അൽഗോരിതം ഒക്കെ പുറകിൽ കാണുമായിരിക്കാം. ഞാൻ അതിനെക്കുറിച്ച് കൂടുതൽ ചോദിച്ചില്ല. എന്തായാലും ഇത് ഹാൻഡിൽ ചെയ്യുന്ന കംപ്ലീറ്റ് ഈ തേർഡ് പാർട്ടി കമ്പനിയാണെന്നുള്ള. അപ്പോൾ ഇവരെക്കുറിച്ച് കൂടുതൽ ഞാൻ സംസാരിച്ചപ്പോൾ ഇവർ പറയുന്നത് വെച്ചാൽ ഞങ്ങൾ RBIയുടെ വോൾട്ടിൽ നിന്ന് അപ്രൂവ്ഡ് സെൻറ്റേഴ്സിൻ്റെ വോൾട്ടിൽ നിന്ന് ഈ ക്യാഷ് കൊണ്ടുവന്ന് ഡെപ്പോസിറ്റ് ചെയ്യൽ മാത്രമല്ല അതിൻ്റെ പരിപാടി. അതിൻ്റെ പരിപാടി എന്ന് വെച്ചാൽ ഈ വലിയ വലിയ റീറ്റെയിലേഴ്സ്, വലിയ വലിയ പെട്രോൾ പമ്പുകളിൽ ഇവർ രാത്രി സെയിൽസ് ക്ലോസ് ചെയ്യാൻ നേരത്ത് പോകും. ഇപ്പോൾ ബിഗ് ബസാറോ അല്ലെങ്കിൽ ഇപ്പോൾ ലുലു ഹൈപ്പർ മാർക്കറ്റ് ഞാൻ കണ്ടിട്ടില്ല, പക്ഷെ അവർ പറയപ്പെടുന്നത് വെച്ചാൽ അവർ എക്സാമ്പിൾസും പറഞ്ഞില്ല, ഞാൻ എൻ്റെ തോന്നലിൽ പറഞ്ഞാണ്. അവിടെയൊക്കെ പോയി രാത്രി ഇത്രയും ക്യാഷിലാണല്ലോ കച്ചവടം നടത്തുന്നത്. ആ ക്യാഷ് ഒന്നും അവർ സൂക്ഷിച്ച് അവിടെ വയ്ക്കാറില്ല ഓവർനൈറ്റ്. ഇവർ ചെന്ന് അപ്പം തന്നെ ഇത് മേടിച്ചുകൊണ്ട് വന്ന് നേരെ ബാങ്കിലേക്ക്, അതായത് അതിൻ്റെതായ ഒരു സിസ്റ്റം അതിൻ്റെ പുറകിൽ വർക്ക് ചെയ്യുന്നു. അത് എങ്ങനെ ലോജിസ്റ്റിക്സ് പോകുന്നു എന്നുള്ളത് ഒരു സെക്യൂരിറ്റി റീസൺസ് കൊണ്ട് അവർ കൂടുതൽ തന്നെ എക്സ്പ്ലെയിൻ ചെയ്തില്ല എന്നുള്ളത്. അപ്പോൾ ഇവർ ബാങ്കുകളിൽ ATM സ്റ്റോർ ചെയ്യുക എന്നുള്ളത് മാത്രമല്ല, വലിയ വലിയ ലാർജ് കോർപ്പറേറ്റ് ഓഫീസുകളിൽ നിന്നൊക്കെ വരുന്ന ക്യാഷ്, ഇതേപോലെ റീറ്റെയിൽ ആയിരിക്കാം, അല്ലെങ്കിൽ ഒരു ഗ്യാസ് സ്റ്റേഷൻ ആയിരിക്കാം, അല്ലെങ്കിൽ ഒരു ഫ്യൂലിംഗ് സ്റ്റേഷൻ ആയിരിക്കും, അവിടെ നിന്നൊക്കെ ഇവർ ക്യാരി ചെയ്ത് കൊണ്ടുവരും. അതായത് ഇവരൊരു ക്യാഷ് മാനേജ് ചെയ്യുന്ന ക്യാഷ് ലോജിസ്റ്റിക്സ് കമ്പനിയാണെന്നുള്ളതാണ് അതിൻ്റെ പ്രത്യേകത. അപ്പോൾ അവർ ചോദിച്ചപ്പോൾ ഞാൻ ബാക്കി ഇതിനെക്കുറിച്ച് പഠിച്ചപ്പോൾ ഏതാണ്ട് 1.5 ലക്ഷം കോടി പൈസ ക്യാഷ് ഇവർ എല്ലാ മാസവും ഇവർ ഹാൻഡിൽ ചെയ്യുന്നുണ്ട് എന്നുള്ളതാണ് ഇവരുടെ പ്രത്യേകത. അതായത് 1 lakh ATMs, 40,000 റീറ്റെയിൽ പോയിന്റ്സ് ആണ് ഇവർ ചെയ്യുന്നത്. അതായത് ഞാനിപ്പോൾ നോക്കി വന്നപ്പോൾ ഈ കമ്പനി ഒരുപാട് ബാങ്കുകളായിട്ട് ടൈപ്പ് ഉണ്ട്. അതായത് SBI, HDFC, ആക്സിസ് ബാങ്ക്, കാനറ ബാങ്ക്, ഫെഡറൽ ബാങ്ക്, എന്തിന് റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ, പിന്നെ അത് മാത്രമല്ല ഇന്ത്യൻ ഓയിൽ കോർപ്പറേഷൻ, HPCL, റിലയൻസ് റീറ്റെയിൽ, ഇവരൊക്കെ ആയിട്ട് ടൈപ്പ് ഉണ്ട്. അതായത് നമ്മൾ പറയുന്നതായിട്ട് ബാങ്കായിട്ടും ഇവർക്ക് ടൈപ്പ് ഉണ്ട്. ഈ വലിയ ലാർജ് റീറ്റെയിലേഴ്സ് നിന്ന് പൈസ കളക്ട് ചെയ്ത് ബാങ്കിൽ അടയ്ക്കുന്നതും അല്ലെങ്കിൽ അതിൻ്റെ ലോജിസ്റ്റിക്സും ഇവർ ഹാൻഡിൽ ചെയ്യുന്നുള്ളതാണ്. ഇത് മാത്രമല്ല, ഇവരുടെ സർവീസസ് കൂടുതൽ നോക്കുകയാണെങ്കിൽ ഈ ഓൾഡ് കറൻസി നോട്ടൊക്കെ, അതായത് പഴയ കറൻസി നോട്ടൊക്കെ ഒന്ന് സോർട്ട് ചെയ്യുക, അത് കൗണ്ട് ചെയ്യുക, അത് RBIയിലേക്ക് അയക്കുക. അതായത് ഈ ക്യാഷ് എവിടെയൊക്കെ ബാക്ക്ഗ്രൗണ്ടിൽ, അതായത് ക്യാഷ് കൂടുതലും ഹാൻഡിൽ ചെയ്യുന്നത് നമ്മൾ കൺസ്യൂമേഴ്സും ബിസിനസ്സും തമ്മിലാണ്. അതിൻ്റെ പുറകിൽ ഹാൻഡിൽ ചെയ്യുന്ന ആൾക്കാരാണ് ഇവരെന്ന് പറയുന്നത്. അപ്പോൾ ഇവരാണ് ഇന്ത്യയുടെ ലാർജസ്റ്റ് ക്യാഷ് മാനേജ്മെൻറ്റ് അല്ലെങ്കിൽ ക്യാഷ് ലോജിസ്റ്റിക്സ്, എൻഡ് ടു എൻഡ് ക്യാഷ് ലോജിസ്റ്റിക്സ് പ്ലസ് ഡിജിറ്റൽ ഇൻഫ്രാസ്ട്രക്ചർ മാനേജ്മെൻറ്റ്. ഇതിനെ ബേസ് ചെയ്തുള്ള ഡിജിറ്റൽ ഇൻഫ്രാസ്ട്രക്ചർ മാനേജ്മെൻറ്റ്, അതിൽ ടെക്നോളജി ഇനേബിൾഡ് സർവീസസ്, ഇത് കൂടുതൽ അവർ പ്രൊവൈഡ് ചെയ്യുന്നത് ബാങ്ക്, ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻസും കോർപ്പറേറ്റ്സിനുമാണ്. ഇവരുടെ റവന്യൂവിൻ്റെ 65% 70% ഈ ക്യാഷ് മാനേജ്മെൻറ്റിലാണ് കിട്ടുന്നത് എന്നുള്ളത്. അപ്പോൾ ഇവർക്ക് ബാങ്കിൽ നിന്നും അല്ലെങ്കിൽ കോർപ്പറേറ്റിൻ്റെ നിന്നും എങ്ങനെയാണ് ഇവർക്ക് ഫീസ് കിട്ടുന്നത്? ഓരോ ട്രാൻസാക്ഷൻസും ബേസ് ചെയ്തിട്ടാണ് ഇവർക്ക് കിട്ടുന്നത് എന്നുള്ള. അപ്പോൾ ഏതാണ്ട് 3 തൊട്ട് 5 കൊല്ലം വരെയുള്ള ഒരു സർവീസാണ് ഇവർ ചെയ്യുന്നത് എന്നുള്ളതാണ്. ഈ കമ്പനിയാണ് ശരിക്കും പറഞ്ഞാൽ ഇന്നത്തെ നമ്മുടെ സ്പോട്ട്ലൈറ്റ് സ്റ്റോക്ക്. ഇതിൻ്റെ പേരാണ് CMS ഇൻഫോസിസ്റ്റം. അപ്പോൾ ഇവരുടെ മെയിൻ ലൈൻ ഓഫ് സർവീസസ് ഞാൻ പറഞ്ഞു. ഇതിൻ്റെ സെക്കൻഡ് ലെയർ ഓഫ് സർവീസ് അല്ലെങ്കിൽ വേറൊരു വെർട്ടിക്കൽ എന്ന് പറഞ്ഞാൽ മാനേജ്ഡ് സർവീസസ് ആണ്. അതായത് ഇവരിപ്പോൾ ക്യാഷ് മാനേജ് ചെയ്യുന്നത് മാത്രമല്ല, ഇവർ ATM മാനേജ്മെൻറ്റും കൂടെ ചെയ്യും. അതായത് ബാങ്കുകൾ അവരുടെ ATM ഇൻസ്റ്റാൾ ചെയ്യുക, അതായത് ഏത് ലൊക്കേഷനിൽ വേണം, ഏത് തരം ATM വേണം, എങ്ങനത്തെ ATM വേണം, അതിനകത്ത് ക്യാഷ് ലോഡ് ചെയ്യുക, ഇതെല്ലാം ബാങ്കുകൾ ഒരു തേർഡ് പാർട്ടി ഏജൻറ്റിനെയാണ് ഏൽപ്പിക്കുന്നത്. അതൊരു മാനേജ്ഡ് സർവീസസ് ആയിട്ട് എടുത്തുകൊണ്ട് CMS ഇൻഫോസിസ്റ്റം ഈ കാര്യങ്ങളൊക്കെ ഹാൻഡിൽ ചെയ്യുന്നു. ഇത് ഏതാണ്ട് 20 തൊട്ട് 25% ഇവരുടെ റവന്യൂ കോൺട്രിബ്യൂട്ട് ചെയ്യണത് ഈ ഒരു ബിസിനസ്സിൽ നിന്നാണ്. ഇവർ ATM മാത്രമല്ല, കയോസ്കുകൾ, ക്യാഷ് ഡിസ്പെൻസിങ് കയോസ്കുകൾ, പോയിന്റ് ഓഫ് സെയിൽസ് ഡിവൈസസ്, ഇങ്ങനത്തെ കുറേ കാര്യങ്ങളാണ്. അത് മാത്രമല്ല, ഇത് മെയിൻറ്റെയിൻ ചെയ്യുക, ഇതിൻ്റെ നെറ്റ്വർക്ക് കണക്ഷൻസ് നോക്കുക, ഇതിനെ 24/7 ട്രാക്ക് ചെയ്യാന്നും കൂടെ ഉള്ളത് ഇവരൊരു സെക്കൻഡ് വെർട്ടിക്കലായിട്ട് ഇവർ തുടങ്ങുന്നു ഉണ്ട് എന്നുള്ളതാണ് അതിൻ്റെ പേര്. അപ്പോൾ ആ ഒരു ഡിവൈസ് മാനേജ്മെൻറ്റ്, അതായത് പോയിന്റ് ഓഫ് സെയിൽസിൻ്റെ ഡിവൈസ് അല്ലെങ്കിൽ ATM ഡിവൈസ്, ക്യാഷ് മാനേജ്മെൻറ്റ് മെഷീൻസിൻ്റെ ഡിവൈസ്, ഇതൊക്കെ ഇവർ ബാങ്കായിട്ട് ഒരു കോൺട്രാക്ട് ബേസിസിൽ മന്ത്ലി ഫീലാണ് ചെയ്യുന്നത്. മറ്റേത് പെർ ട്രാൻസാക്ഷൻ ബേസിസിലാണ് നമ്മൾ ക്യാഷ് മാനേജ്മെൻറ്റ് പറയുന്നത്. ഇത് ഡിവൈസ് മെയിൻ ചെയ്യുന്നത് ഒരു മന്ത്ലി മെയിൻ്റനൻസ് ചാർജ് വെച്ചാണ്. ഇവരുടെ തേർഡ് വെർട്ടിക്കൽ എന്ന് പറഞ്ഞാൽ ഇവർ ഈ സാധാരണ ഈ ഫേക്ക് കറൻസി, അതായത് ഈ ഡ്യൂപ്ലിക്കേറ്റ് കറൻസി, ഫേക്ക് കറൻസി, കള്ള നോട്ടുകളൊക്കെ ഡിക്റ്റേറ്റ് ചെയ്യുന്ന പരിപാടി, അതുമാത്രമല്ല ഈ നോട്ടുകളിനെ പാക്ക് ചെയ്യുന്ന പരിപാടി, അതായത് സീൽ ചെയ്ത് പാക്ക് ചെയ്യുക, പിന്നെ ഓൾഡ് നോട്ട്സ് കണ്ടുപിടിക്കുക, അത് റീപ്ലേസ് ചെയ്യുക, അത് ഡിസ്ട്രക്ട് ചെയ്ത് നശിപ്പിച്ച് കളയുക,
ഇങ്ങനത്തെ സർവീസസും കൂടെ അവർക്കുണ്ട് എന്നുള്ളതാണ്. അതായത് ഇവർക്ക് RBIയുടെ മുംബൈ ഓഫീസിൽ ഇവർക്കൊരു CMSന് ഒരു ക്യാഷ് പ്രോസസ്സിംഗ് സെൻ്റർ ഉണ്ട്. അവിടെയാണ് ഇവർ നടത്തുന്നത്. അതായത് പല ബാങ്കിൽ നിന്ന് വരുന്ന ക്യാഷൊക്കെ ഇവിടെ കൗണ്ട് ചെയ്ത് ഇത് സോർട്ട് ചെയ്ത് വേണ്ട സ്ഥലത്തേക്ക് അയക്കുക എന്നൊക്കെ ഉള്ളത് RBIയുടെ ബിൽഡിങ്ങിൽ ഇവർക്കൊരു സെപ്പറേറ്റ് ആയിട്ടൊരു സ്പേസ് കൊടുത്തിട്ടുണ്ട് എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാവുന്നത്. അപ്പോൾ ഈ ബിസിനസ്, ഈ തേർഡ് വെർട്ടിക്കൽ ഇവരെ ടോട്ടൽ ബിസിനസിൻ്റെ 5-10% കോൺട്രിബ്യൂഷൻ. നാലാമത്തെ വെർട്ടിക്കൽ എന്ന് പറഞ്ഞാൽ ഇവരെ ടെക്നോളജി ആൻഡ് ഡിജിറ്റൽ പേയ്മെൻറ്റ് സൊല്യൂഷൻസ്. അതായത് ഇവർ ഈ CMS ഓഫർ ചെയ്യണ വേറൊരു സർവീസ് എന്ന് പറഞ്ഞാൽ ഞാൻ പറഞ്ഞല്ലോ, പോയിന്റ് ഓഫ് സെയിൽസ്, കയോസ്ക്, അതിൻ്റെ ഡിപ്ലോയ്മെൻറ്റ്, മെയിൻ്റനൻസ്, പിന്നെ റിമോട്ട് മോണിറ്ററിംഗ് സോഫ്റ്റ്വെയർ. അതായത് ഈ ATMൽ എത്രത്തോളം ക്യാഷ് ബാലൻസ് ഉണ്ട്, എപ്പോൾ ഇത് റീപ്ലേസ് ചെയ്യണം എന്നൊക്കെ മാനേജ് ചെയ്യാനായിട്ട് ഒരു റിമോട്ട് മോണിറ്ററിംഗ് സിസ്റ്റം ഉണ്ട്. അതിനൊരു ഡിജിറ്റൽ ഡാഷ്ബോർഡ്, ഒരു ടെക്നോളജിക്കൽ ഡാഷ്ബോർഡാണത്. അതിന് CMS ക്യാഷ് ട്രാക്ക് എന്നാണ് പറയുന്നത്. അത് ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ്, മെഷീൻ ലേണിംഗ് അല്ലെങ്കിൽ അനലിറ്റിക്സ് ഒക്കെ യൂസ് ചെയ്ത് വർക്ക് ചെയ്യുന്ന ഒരു ടെക്നോളജി സിസ്റ്റം ആണെന്നുള്ളതാണ്. പിന്നെ ഇത് മാത്രമല്ല, ഇവരുടെ വേറൊരു ഇൻ്റലിജൻ്റ് ആയിട്ടുള്ളൊരു കാര്യം, ഈ ടെക്നോളജി ആൻഡ് ഡിജിറ്റൽ പേയ്മെൻറ്റ് ഡിവിഷൻ, ഞാൻ ഈ പറയുന്ന നാലാമത്തെ വെർട്ടിക്കലിലെ വേറൊരു കാര്യം വെച്ചാൽ, ഈ വലിയ വലിയ കോർപ്പറേറ്റ്സ്, ഞാൻ റീറ്റെയിലേഴ്സിനൊക്കെ പറഞ്ഞല്ലോ, അവിടെ നിന്ന് ക്യാഷ് കളക്ട് ചെയ്യുന്നൊക്കെ പറഞ്ഞല്ലോ, അവിടെ തന്നെ ഇവിടെ ശരിക്കും പറഞ്ഞാൽ ഇവരൊരു ക്യാഷ് ബോക്സ്, ഒരു ക്യാഷ് ഡെപ്പോസിറ്റ് ബോക്സ് എന്നൊരു ബോക്സ് വയ്ക്കും. അതൊരു ഇന്റർനെറ്റ് ഒരു IoT സിസ്റ്റമാണ്. IoT സിസ്റ്റം ഇനേബിൾ ചെയ്ത ഒരു ഡിവൈസ് അവിടെ കൊണ്ടുവയ്ക്കും. കോർപ്പറേറ്റ്സ് അവരുടെ എക്സ്ട്രാ വരുന്ന ക്യാഷ് അതിൽ ഡെപ്പോസിറ്റ് ചെയ്യുമ്പോൾ തന്നെ ഇമീഡിയറ്റ്ലി അതിൻ്റെ ഇക്വലൻ്റ് ആയിട്ടുള്ള എമൗണ്ട് അവരുടെ ബാങ്ക് അക്കൗണ്ടിലേക്ക് ക്രെഡിറ്റ് ആവുന്നില്ല. അപ്പോൾ ഇങ്ങനത്തെയൊക്കെ കുറേ സർവീസ് ഇമ്പോർട്ടൻ്റ്. അതായത് ഓട്ടോമാറ്റിക് ക്യാഷ് ക്രെഡിറ്റ് ചെയ്യുന്ന ഒരു സിസ്റ്റം, അതായത് ഇൻ്റർനെറ്റ് ഓഫ് തിങ്സ് വഴിയുള്ള ഒരു സ്മാർട്ട് ക്യാഷ് ഡെപ്പോസിറ്റ് ബോക്സും കൂടെ ഇവർ ചെയ്യുന്നുണ്ട്. ഇവരുടെ അഞ്ചാമത്തെ വെർട്ടിക്കൽ എന്ന് പറഞ്ഞാൽ വളരെ സ്മോൾ വെർട്ടിക്കലാണ്. ഞാൻ പറഞ്ഞില്ലേ, ഈ RBIയുടെ ഓഫീസിലൊക്കെ ഒരു പ്രോസസ്സിംഗ് സെൻറ്റർ ഉണ്ടാക്കുക, അതുമാത്രമല്ല ഈ ATMൻ്റെ സൈറ്റ് കൺസ്ട്രക്ഷൻ, അതിൻ്റെ ഇൻസ്റ്റലേഷൻ, പിന്നെ ഈ ക്യാഷ് ലോജിക്സിൻ്റെ കൺട്രോൾ റൂം, സെക്യൂർ ആയിട്ടുള്ള വാൾട്ടുകൾ ഉണ്ടാക്കുക, അങ്ങനെയൊക്കെ ചെറിയ പ്രോജക്ട്സിലും കൂടെ ചെറിയ രീതിയിൽ ഇവർക്ക് ക്യാഷ് വരുന്നു എന്നേ ഉള്ളൂ. അപ്പോൾ ഈ CMS ഇൻഫോ സിസ്റ്റം 15,000 പിൻകോഡ് അവർ സർവ് ചെയ്യുന്നു, 1,00,000 ATM, 40,000 റീറ്റെയിൽ പോയിന്റ്സ്. അതായത് ഇത് ഇസ് എ ഹ്യൂജ്, വൺ ഓഫ് ദ ലാർജസ്റ്റ് ക്യാഷ് മാനേജ്മെൻറ്റ് അല്ലെങ്കിൽ ക്യാഷ് ലോജിസ്റ്റിക് കമ്പനിയാണെന്നുള്ളത്. ഹൈ എൻട്രി ബാരിയേഴ്സ് ആണ്. അതായത് ഈ ബിസിനസ്സിലേക്ക് വരിക എന്ന് പറഞ്ഞാൽ പെട്ടെന്ന് ഒരാൾക്ക് അതിനകത്തേക്ക് കയറി വരാൻ പറ്റില്ല എന്നുള്ള കാര്യം. ഇതിനകത്ത് ഒരുപാട് ട്രസ്റ്റ് ബിൽഡ് ചെയ്യണം. 2025 റവന്യൂ നോക്കുകയാണെങ്കിൽ 2,420 കോടി, നെറ്റ് പ്രോഫിറ്റ് നോക്കുകയാണെങ്കിൽ 372 കോടി, ഡെപ്റ്റ് വലുതായിട്ടില്ല, നോ ഡെപ്റ്റ് എന്ന് പറയുന്നത് ഒരു ഗുഡ് ക്യാഷ് പൊസിഷൻ ഉള്ള കമ്പനി തന്നെയാണെന്നുള്ള. ഇതിന് അടുത്ത കാലത്തുള്ളൊരു ടെയിൽ വിൻഡ് എന്ന് പറഞ്ഞാൽ ഇവരുടെ കോമ്പറ്റീറ്റർ കമ്പനിയുള്ള AGS ട്രാൻസാക്ട് എന്നൊരു കമ്പനി. ഈ AGS ട്രാൻസാക്ട് എന്ന് പറഞ്ഞ കമ്പനി ഒരു ഫിനാൻഷ്യൽ ട്രബിളിലേക്ക് മാറി. അവർക്ക് ഇത്തിരി ലിക്വിഡിറ്റി ഇഷ്യൂ ഒക്കെ വന്നു, എംപ്ലോയീസിനൊന്നും പേയ്മെൻ്റ് ഒന്നും കൊടുത്തിട്ടൊന്നുമില്ല. അത് കാരണം തന്നെ ഇവരുടെ സർവീസസ് പലയിടത്തും ഡിസ്റപ്റ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇവരുടെ വലിയൊരു ക്ലയൻ്റ് ആയിരുന്നു ICICI ബാങ്ക്, യെസ് ബാങ്കും ആക്സിസ് ബാങ്കും, ആരുടെ AGS ട്രാൻസാക്ടിൻ്റെ. അപ്പോൾ ഇപ്പോൾ ഈ ഇത്രയും പ്രശ്നങ്ങൾ AGS ട്രാൻസാക്റ്റിൽ വന്നപ്പോൾ ICICI ബാങ്ക് ഒരിടയ്ക്ക് പറഞ്ഞിരുന്നു, ഞങ്ങൾ ഇവരായിട്ട് AGS ട്രാൻസാക്റ്റ് ആയിട്ടുള്ള കോൺട്രാക്റ്റ് ഞങ്ങൾ ക്യാൻസൽ ചെയ്തിട്ട് മറ്റുള്ള ഒരാളെ തപ്പുന്നു എന്ന് പറയുന്നത്. അങ്ങനെയാണെങ്കിൽ അതിൻ്റെ ബെനിഫിഷ്യറി CMS ഇൻഫോ സിസ്റ്റം ആയിരിക്കും എന്നുള്ളതാണ്. അതൊരു ടെയിൽ വിൻഡായിട്ട് നിൽക്കുന്നു എന്നുള്ളതാണ്. അപ്പോൾ ഈ ഒരു ബിസിനസ് എന്താണെന്ന് എൻ്റെ ലൈഫിൽ അത് സംഭവിച്ചത് നിങ്ങളായിട്ടൊന്ന് ഷെയർ ചെയ്യാനും നിങ്ങൾക്കത് മനസ്സിലാക്കാനും, നിങ്ങൾ എപ്പോൾ പോയി ATMൽ നിങ്ങളൊരു ക്യാഷ് വിഡ്രോ ചെയ്യുമ്പോഴും അതിൻ്റെ പുറകിൽ CMS ഇൻഫോ സിസ്റ്റം ഉണ്ട്. നിങ്ങൾ വഴിയിൽ ഈ വണ്ടി കാണുമ്പോൾ, അതായത് ഇത് ആമേർഡ് ആയിട്ടുള്ള വെഹിക്കിൾ നിങ്ങൾ കാണുമ്പോൾ, അല്ലെങ്കിൽ ഏതെങ്കിലും ATMൻ്റെ സർവീസ് നടക്കുമ്പോൾ, അല്ലെങ്കിൽ ഏതെങ്കിലും ATMൽ നിങ്ങൾ ക്യാഷ് അവർ ഡെപ്പോസിറ്റ് ചെയ്യുന്ന അത് ഓർഗനൈസ് ചെയ്യുന്ന സമയത്താണെങ്കിൽ നിങ്ങൾ ഈ CMS ഇൻഫോ സിസ്റ്റം കണ്ടേക്കാം. ആ CMS ഇൻഫോ സിസ്റ്റം എന്ന് പറയുന്നത് നിങ്ങളുടെ കണ്ണിൽ കാണുന്ന ബിസിനസ് സ്റ്റോക്ക് മാർക്കറ്റ് ലിസ്റ്റഡ് ആണ് എന്നുള്ള ഒരു നോളജാണ്, അല്ലെങ്കിൽ ഒരു എന്താ പറയുക, ഒരു ഇൻഫർമേഷനാണ് നിങ്ങൾക്ക് പാസ് ചെയ്ത്. അല്ലാണ്ട് CMS ഇൻഫോ സിസ്റ്റം എന്ന് പറയുന്നത് സ്റ്റോക്കിൻ്റെ റെക്കമെൻഡേഷനോ അഡ്വൈസോ സോളിസിറ്റേഷനോ അല്ല. നമ്മൾ ഈ ഷോയിൽ ഉടനീളം സംസാരിച്ച ഒരു സ്റ്റോക്കും അഡ്വൈസോ സോളിസിറ്റേഷനോ അല്ലെങ്കിൽ ഒരു റെക്കമെൻഡേഷനോ ആയിട്ട് കണക്കാക്കാതിരിക്കുക. നിങ്ങളുടെ ഒരു അക്കാഡമിക് പർപ്പസിന് വേണ്ടി മാത്രമാണ് നിങ്ങളുടെ സ്റ്റോക്ക് പിക്കിംഗ് ഒരു സെബി രജിസ്റ്റേർഡ് ഇൻവെസ്റ്റ്മെൻറ്റ് അഡ്വൈസറിൻ്റെ നിരീക്ഷണത്തിൽ മാത്രം ചെയ്ത് നിങ്ങൾ മുന്നോട്ട് പോകാണ്ടാണ്. നമുക്കിനി നാളെ കാണാം. ഓവർ ടു ജാസ്മിൻ. ഏതായാലും ഇന്നത്തെ ഒരു ഓപ്പണിംഗ് അവരുടെ ഒരു സെഷൻ ഇവിടെ വൈൻഡപ്പ് ചെയ്യുകയാണ്. കൂടുതൽ അപ്ഡേറ്റ്സും അനാലിസിസും ഒക്കെ ആയിട്ട് വരുന്ന മണിക്കൂറിൽ ഞങ്ങളുടെ റിസർച്ച് ടീം നിങ്ങളോടൊപ്പം ജോയിൻ ചെയ്യും. സ്റ്റേ ട്യൂൺഡ്.